ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ IPC കേരള സ്റ്റേറ്റിൻ്റെ കൺവെൻഷൻ്റെ 2ാം ദിവസത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രികാലത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായി IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ പെർസ്പെക്ടറി അംഗം, പെരിന്തൽമൺ സെൻറ്ററിൻ്റെ പാസ്റ്റർ അഥവാ മലബാർ മിഷൻ ബോർഡിൻ്റെ ചെയർമാനുമായ ആദരണീയ ദൈവദാസൻ പാസ്റ്റർ ബിജോയ് കുര്യാക്കോസിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ 8ാമത് കേരള സ്റ്റേറ്റ് കൺവെൻഷൻ്റെ 2ാം രാത്രി ദൈവസന്നദ്ധിയിൽ നമുക്കൊരുമിച്ച് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ രാത്രിയും നമ്മുടെ നടുവിലുള്ളതോർത്ത് കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ 2ാമത്തെ രാത്രിത്തെ കൺവെൻഷൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റ് പെർസ്പെക്ടറി കൗൺസിൽ മെമ്പറും കൂടിയായ പാസ്റ്റർ അലക്സ് പാപ്പച്ചൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതാണ്. ബഹുമാന്യ കർത്തൃദാസനെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായൊരു നല്ല പകൽ ഞങ്ങൾക്ക് തന്നല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ നേരിട്ടു. അനുഗ്രഹീതമായ കൺവെൻഷനിലേക്ക് പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് IPC കേരള സ്റ്റേറ്റ് കൺവെൻഷൻ്റെ 8ാമത് കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം രാത്രിയിൽ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഇരുത്തി അനുഗ്രഹീതമായ കർത്താവെ തുടർ നിമിഷങ്ങളെ ഞങ്ങൾക്ക് തന്നാട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അധ്യക്ഷം വഹിക്കുന്ന പാസ്റ്റർ ബിജോയ് കുര്യാക്കോസ് അവരുകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിക്കണം. ആവശ്യമായ അനുഗ്രഹീത ആലോചനകളാൽ നിറച്ച് ഈ ശുശ്രൂഷ നന്നായി ലീഡ് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കിയാട്ട്. കർത്താവെ, ഇന്ന് വചനം പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ അനുഗ്രഹവും നന്മയും വിടുതലുമായി തീരത്തക്ക രീതിയിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷകൾ തീരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അനുഗ്രഹീതമായ ആലോചനകളെ ഞങ്ങൾക്ക് തന്നാട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഇരുത്തി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നതായ കർത്തൃദാസന്മാർ, കർത്താവെ, ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ഇന്ന് രാത്രിയിൽ ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിൻ്റെ ദിവസമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അധികമായിട്ട് ഇറങ്ങി വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക്, കർത്താവെ, നിറവിൻ്റെ അനുഭവങ്ങൾ, പുതിയ ആത്മാ അഭിഷേകത്തിൻ്റെ അളവുകൾ ഇന്ന് ഈ രാത്രി സമയത്ത് പ്രാപിക്കേണ്ടതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശീർവാദം പറയുന്നതുവരെയും തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഇരുത്തിയാട്ട് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണേ. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും അങ്ങേക്കിരിക്കട്ടെ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മളെല്ലാവരും ഒരു പന്തലിൻ്റെ കീഴിലല്ല ഇരിക്കുന്നത്. ഓൺലൈനിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കേരള സ്റ്റേറ്റ് കൺവെൻഷനിൽ പങ്കെടുക്കുകയാണ്. ഒരു ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വേദിയിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. തുടർന്ന് ആത്മീയ ശുശ്രൂഷയ്ക്കായി നാം സമയം വേർതിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലോഡ്സൺ ആൻ്റണിയോട് ചേർന്ന് കൺവെൻഷൻ കൊയർ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടുന്നതാണ്. ആത്മീയ ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ അങ്ങേ അല്ലാതെ ഒന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ പാടുമോ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ അങ്ങേ അല്ലാതെ ഒന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ നാം ഒരുമിച്ച് ചേർന്ന് സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ ദാഹം തീർക്കും ജീവൻ നദിയേ വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ ദാഹം തീർക്കും ജീവൻ നദിയേ
സ്നേഹിക്കുന്നേ യേശുവേ. ഒരിക്കൽ കൂടെ ചേർന്ന് സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. പിരിയാൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്ന ഒരു വ്യക്തി പോലും നിരാശയോടെ ഈ കാലഘട്ടത്തിലായിരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. പ്രതികൂലത്തിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും അതിൻ്റെ മധ്യേ വാഴുവാൻ ധികാരത്തോടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിശ്വസ്തനായ ദൈവം ഈ രാത്രിയിലും ആ സാന്നിധ്യം നമ്മോട് ചേർന്ന് നിൽക്കുകയാണ്. കാരാഗ്രഹത്തിലും സിംഹക്കുഴിയിലും പൊട്ടക്കിണറ്റിലും വാണ അതേ ദൈവം ഈ രാത്രിയിലും നമുക്ക് മധ്യ വാഴുകയാണ്. എത്ര പേർ വിശ്വാസത്തോടെ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏകനല്ല, എന്നിൽ വാഴുന്ന കർത്താതി കർത്താവ്, രാജാതി രാജാവ്, ആ സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ തട്ടി വായ്കൾ തുറന്ന് ശക്തിയോടെ ചേർന്ന് പാടി ആരാധിക്കാം. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യ പുരോഹിതൻ വാഴുന്നു. അതെ, യേശു ജീവിക്കുന്നു. ഈ രാത്രിയിലും അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ചേർന്ന് പാടാം. ആമേൻ. ആ കരങ്ങളെ തട്ടി ഒരുമിച്ച് ചേർന്ന് ആനന്ദത്തോടെ സന്തോഷത്തോടെ എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു. പറയുമ്പോ അവൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു. ഇളക്കി മറിയും കടലിൻ നടുവിൽ എന്റെ ദൈവം വാഴുന്നു. പറയുമോ ചേർന്ന്? ഇളക്കി മറിയും കടലിൻ നടുവിൽ എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു. ഏഴുമടങ്ങ് ചൂട ചൂടായി വരുമ്പോഴും എന്റെ ദൈവം വാഴുന്നു. ഏഴുമടങ്ങ് ചൂട ചൂടായി വരുമ്പോഴും എന്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും നാലാമനായി അവൻ എന്റെ ദൈവം വാഴും. വിശ്വാസത്തോടെ അഗ്നിയിൻ നടുവിലും നാലാമനായി അവൻ എന്റെ ദൈവം വാഴും. ഓ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി അധികാരത്തോടെ പറയുമോ അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ.
സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, അതോവേ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം ദുഃഖമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മഷിഹ. ഈ രാത്രിയിൽ വിശ്വസിക്കുമോ? ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം ദുഃഖമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മഷിഹ. രാജനാവുക യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, ഓ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, യേശുവേ വന്നു വാഴണമേ. അന്യഭാഷ പരലപിച്ചവരൊക്കെ ദൈവത്തെ ആരാധിക്കുമോ? ഈ രാത്രി ദൈവാത്മാവിനെ തൊടുന്നു, പരിശുദ്ധാത്മാവിനെ തൊടുന്നു. We worship you, Lord. We glorify your name. Yes, 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 yes. വിടുതലുകൾ, വിടുതലുകൾ, വിടുതലുകൾ ഈ രാത്രിയിൽ അവൻ നമ്മുടെ മേൽ പകരുകയാണ്. പരിശുദ്ധരേ, പരിശുദ്ധരേ, പരിശുദ്ധരേ. കഴിയുമോ? കരങ്ങളെ ഒന്ന് മാറോട് ചേർത്ത അവനെ പോലെ നല്ലവനായ ഒരു ദൈവം വേറെയില്ല. അവനെ പോലെ നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവമില്ല. ഈ രാത്രിയിൽ നമ്മെ ജയത്തോടെ നിർത്തി
ഉയർത്തിയ ദൈവത്തിന് എത്ര പേര് മഹത്വം കരയേറ്റും. നാവുകൾ ചലിക്കട്ടെ. നമ്മുടെ ഭവനത്തിനകത്ത് യേശു നല്ലവൻ, നാം ആയിരിക്കുന്ന ദേശത്ത് യേശു നല്ലവൻ, നമ്മുടെ സഭയ്ക്കകത്ത് യേശു നല്ലവൻ, നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് യേശു നല്ലവൻ, നമ്മുടെ കോളേജിനകത്ത് യേശു നല്ലവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇരു കരങ്ങളെ തട്ടി വായ്കൾ തുറന്ന് ശക്തിയോടെ യേശു നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. യേശു നല്ല പറയുമോ? സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഒരിക്കൽ കൂടെ അധികാരത്തോടെ യേശു നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവം. ഇരു കരങ്ങളിൽ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിച്ചാർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh, we worship you. Hallelujah, hallelujah. നല്ലവനായവനെ, ആ തിരു സാന്നിധ്യത്തിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്. അങ്ങേപ്പോ ഒരു ദൈവമില്ലപ്പാ. ഞങ്ങൾ അങ്ങേ മാത്രം നോക്കുന്നു, ഞങ്ങൾ അങ്ങേ മാത്രം ദൃഷ്ടി വയ്ക്കുന്നു. മുഴുവൻ മഹത്വവും പുകഴ്ചയും പിതാവെ ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മനോഹരമായ പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയതിനായി കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിത്തെ യോഗാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്കടയ്ക്കാം. തുറന്ന് ശക്തരായ രണ്ട് അഭിഷിക്ത ദൈവദാസന്മാരെ ദൈവവചന ശുശ്രൂഷയ്ക്ക് കർത്താവ് ഇന്ന് രാത്രി ഒരുക്കിയിട്ടുണ്ട്. വചനത്തിൻ്റെ വാതില് ദൈവം തുറക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് ശക്തമായി ഇടപെടേണ്ടതിന് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം ഏവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റ് പ്രോസ്പെരിറ്റി കൗൺസിൽ അംഗമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു വർഗീസ് മുൻപോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. നമുക്ക് ചേർന്ന ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ത്യൻ പെന്തക്കോസ്തൽ ദൈവസഭയുടെ 8ാമത് കൺവെൻഷനിൽ 2ാം ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിവരുത്തി. ദേശമേ ദേശമേ യഹോവയുടെ ശബ്ദം കേൾപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ദേശത്തെ ദൈവശബ്ദം അറിയിക്കുവാൻ, വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ദൈവശബ്ദം എത്തുവാൻ ദൈവത്തിനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചതിനായി ഞങ്ങൾ തന്നെ വാഴ്ത്തുകയാണ്. ഇന്ത്യൻ പെന്തക്കോസ്തൽ ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ 8ാമത് കൺവെൻഷനിൽ ഈ 2ാം ദിനം രാത്രി ഞങ്ങളെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ശബ്ദം ഞങ്ങൾക്ക് തരുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. യഹോവയുടെ ശബ്ദം മാൻപേടലെ പ്രസവിക്കുമാറാക്കുന്നു. യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലിരിക്കുന്നു. യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു. ഇന്ന് രാത്രി വചന ശബ്ദം വെളിപ്പെടുമ്പോൾ ലുധിയായുടെ ഹൃദയം തുറന്നതുപോലെ അനേകരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. വചനത്തിൻ്റെ വാതിലുകൾ എൻ്റെ ദാസന്മാർക്ക് തുറന്നു കൊടുക്കണമേ. പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ, ആത്മനിറവോടെ സംസാരിപ്പാൻ, ദൈവശക്തിയോടെ സംസാരിപ്പാൻ, വചനത്തിൻ്റെ പൊരുളിനെ തിരിക്കുവാൻ, അത് ജീവിതങ്ങളിൽ പരിവർത്തനം വരുത്തുവാൻ, രൂപാന്തരം വരുത്തുവാൻ, മാനസാന്തരം വരുത്തുവാൻ, മടങ്ങി വരുവാനുള്ള ആഹ്വാനം ഉളവാക്കുവാൻ,
പരിശുദ്ധാത്മ ശക്തിക്ക് നിദാനമായി തീരുവാൻ വചനം കേട്ടവരുടെ ആത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവശക്തിയുടെ പ്രവാഹം വെളിപ്പെടുവാൻ ഇടയാക്കണമേ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ ദാസന്മാരെ അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിൽ വഹിക്കണമേ, ശക്തിയോടെ ഉപയോഗിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ കൺവെൻഷന്റെ എല്ലാ ക്രമീകരണയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനകളും യാതനകളും അവിടെ നിന്ന് കേട്ടതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും കർത്താവിനർപ്പിക്കുന്നു. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 8ാമത് കേരള സ്റ്റേറ്റ് കൺവെൻഷൻ്റെ 2ാം രാത്രിയിൽ നമുക്കിങ്ങനെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. IPC കേരള സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ പാസ്റ്റർ CC എബ്രഹാം, സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ പാസ്റ്റർ ദാനിയൽ കൊന്നനിക്കുന്നതിൽ, പാസ്റ്റർ G കുഞ്ഞച്ചൻ വാളകം, ട്രഷറർ ബ്രദർ PM ഫിലിപ്പ്. ഇന്ന് രാത്രി ദൈവവചനം നമ്മളോട് ശുശ്രൂഷിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന IPC ഹെബ്രോൻ ഹൂസ്റ്റൺ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സാബു വർഗീസ് അവറുകൾ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ജനറൽ സെക്രട്ടറി പാസ്റ്റർ സാം ജോർജ് അവറുകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആദരണീയരായ സെൻട്രൽ പാസ്റ്റർമാർ, കേരള സ്റ്റേറ്റ് പ്രിസ്ബിറ്ററി കൗൺസിൽ അംഗങ്ങൾ, ലോകമെമ്പാടും ഓൺലൈനിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ കൺവെൻഷൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഈ ആത്മീയ ശുശ്രൂഷയിൽ എനിക്ക് ഈ നിലയിൽ നിൽക്കുവാൻ മലബാറിൻ്റെ ഒരു പ്രതിനിധിയായി ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാരെയും ഞാൻ നന്ദിയോടെ ഈ അവസരം ഓർക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ആമുഖ പ്രഭാഷണത്തിലും മുഖ്യ പ്രഭാഷണം നിർവഹിച്ച കർത്താവിൻ്റെ ദാസൻ ബാബു ചെറിയാച്ചൻ പാസ്റ്ററും മലബാറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെ പ്രചോദനം നൽകുവാനായിട്ടിടയായി തീർന്നു. എനിക്ക് അധ്യക്ഷ പ്രസംഗത്തിന് ചില മിനിറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് പുറകാലെ ശക്തരായ 2 അഭിഷിക്ത ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതെ മലബാറിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസന്മാർ ഇന്നലെ ഓർപ്പിച്ച വാക്കുകളെ തുടർന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എൻ്റെ 17ാമത്തെ വയസ്സിൽ മലബാറിൽ ഞാൻ കടന്നു എന്നതാണ്. 25 വർഷമായിട്ട് മലബാറിൽ വിവിധ നിലകളിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഏഴയായിരിക്കുന്ന എനിക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. മലബാറിലെ IPCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 1930കളിൽ നമ്മുടെ സാറപ്പച്ചൻ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് IPCയുടെ പ്രവർത്തനത്തിന് മലബാറിൽ തുടക്കം കുറിക്കുന്നത്. IPCയുടെ ആരംഭകാല പ്രവർത്തകരിൽ ഒരാളായ KC ചെറിയാച്ചൻ തുടർന്ന് മലബാറിലെ പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുത്തു. ആ കാലഘട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി വീടും സ്ഥലവും വിട്ട് മലബാറിലേക്ക് ആളുകൾ കുടിയേറി പാർക്കാനായിട്ട് ഇടയായി തീർന്നു. ആ കൂട്ടത്തിൽ ചിലരൊക്കെ പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചവരുണ്ടായിരുന്നു. മലബാറിൻ്റെ കുന്നുകളും
മലകളും കാട് വെട്ടിത്തെളിച്ച് കുടിലുകളുണ്ടാക്കി പാർക്കുമ്പോൾ അവർ അറിഞ്ഞ സത്യവും ആരാധനയും മറന്നില്ല. അവരുടെ വീടുകളിൽ മർത്തോമക്കാരായ ചിലരെയൊക്കെ വിളിച്ചുകൂട്ടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മലബാറിൽ ആത്മീയ കൂട്ടായ്മകൾ പലയിടത്ത് ആരംഭിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ KN ജോൺ അപ്പച്ചന് മലബാറിലെ പ്രവർത്തനത്തിനൊരു ദർശനം ലഭിക്കുകയും മലബാറിൻ്റെ അപ്പോസ്തലനായി കടന്നു വരികയും ചെയ്യുന്നത്. ഏറെ കഷ്ടപ്പാടുകളും പട്ടിണികളും അനുഭവിച്ച് മലബാറിൻ്റെ മണ്ണിലൂടെ നടന്ന് സഭകൾ സ്ഥാപിച്ച ആ വാത്സല്യ പിതാവിനെ ഞാനിവിടെ സ്മരിക്കുകയാണ്. അതേ തുടർന്ന് മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അനുഗ്രഹീതരായ ദൈവദാസന്മാർ പാസ്റ്റർ CJ എബ്രഹാം, പാസ്റ്റർ VJ ജോർജ്, പാസ്റ്റർ CM ഷൗമേൽ, പാസ്റ്റർ MV മത്തായി, പാസ്റ്റർ ബാബു എബ്രഹാം ആദിയായ ദൈവദാസന്മാർ മലബാറിലെ പ്രവർത്തനത്തിന് ശക്തമായി നിലകൊണ്ടു. 1998 മലബാറിൽ IPCയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വിപ്ലവകരമായ ഒരു തുടക്കമായിരുന്നു. ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന, നിത്യതയിൽ വിശ്രമിക്കുന്ന VU മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ 300ഓളം പുതിയ സുവിശേഷ ഫീൽഡുകൾ ആരംഭിക്കുവാനിടയായി തീർന്നു. 9 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്ന് IPCക്ക് അഭിമാനിക്കത്തക്ക നിലയിൽ മലബാറിൽ 32 സെന്ററുകളും 500-ലധികം സഭാ പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ ഇതെല്ലാം മുഖാന്തരമായി തീർന്നു. ഇത്രത്തോളം മലബാറിലെ പ്രവർത്തനങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം മലബാറിലെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ട ദൈവമക്കളെ, മലബാറിനെ കുറിച്ച് ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുഭാഗം ദൈവമക്കൾ മനസ്സിലാക്കണം. മലബാറിൽ 50 വിശ്വാസികളിൽ മുകളിലുള്ള 60-ൽ താഴെ സഭകൾ മാത്രമേ ഉള്ളൂ. മലബാറിൽ 100 വിശ്വാസികൾക്ക് മുകളിലുള്ള 20-ൽ താഴെ സഭകളുള്ളൂ. മലബാറിലെ പ്രവർത്തനങ്ങളിൽ IPCയുടെ പ്രവർത്തനങ്ങൾ കരുത്താർജിക്കേണ്ടിയിരിക്കുന്നു. മലബാറിലെ പല താലൂക്കുകളിലും ഇന്നും ഒരു സുവിശേഷകർ പോലും എത്തിച്ചേർന്നിട്ടില്ല. പല പഞ്ചായത്തുകളിൽ IPCക്ക് ഒരു സഭകൾ പോലുമില്ല. ദൈവമക്കൾ മലബാറിന് വേണ്ടി പ്രാർത്ഥിക്കണം. മലബാറിലെ വേല വർദ്ധിക്കുവാൻ എനിക്ക് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ 3 നിർദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, മലബാറിന് വേണ്ടി നിങ്ങളുടെ ലോക്കൽ സഭകളിലും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലും നിങ്ങൾ മലബാറിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2, മലബാറിൽ സുവിശേഷ ദർശനമുള്ള, സമർപ്പണമുള്ള വേലക്കാർ മലബാറിലേക്ക് കടന്നു വരണം. 3, ഭൗതികമായ നന്മകൾ തന്നിട്ടുള്ള ദൈവമക്കൾ മലബാറിലേക്ക് നിങ്ങളുടെ കരം നീട്ടണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മലബാറിലെ IPCയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടും. ഇരുളടഞ്ഞ മണ്ഡലങ്ങളിൽ സുവിശേഷം വ്യാപിക്കും. ദൈവനാമം മഹത്വമെടുക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനം ആദ്യമായി നമ്മളോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു വർഗീസ് അവറുകളാണ്. IPC ഹെബ്രോൻ ഹൂസ്റ്റൺ സഭയുടെ സീനിയർ ശുശ്രൂഷകനാണ്. അതിനേക്കാൾ ഒക്കെ ഉപരി മലബാറിൽ ജനിച്ചു വളർന്ന, മലബാറിനെ സ്നേഹിക്കുന്ന ഒരു അനുഗ്രഹീതനായ കർത്തൃദാസനാണ്. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന ഹൂസ്റ്റൺ സഭയെക്കുറിച്ച് ഒരു വാക്ക് ഈ വേദിയിൽ അഭിമാനത്തോടെ പറയട്ടെ. കഴിഞ്ഞ 20 വർഷത്തിൽ പരം മലബാറിലെ തിരുവമ്പാടി സെന്ററിനെ സഹായിക്കുന്നത് ആ സഭ എന്ന നിലയിൽ എനിക്ക് ഈ വേദിയിൽ പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാം കൊണ്ടും അഭിമാനം കൊള്ളുന്ന ആ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സാബു വർഗീസ് അവറുകളെ ആദരവോടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ ഈ വേദിയിലേക്ക്
സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കരങ്ങൾ തട്ടി കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ആനുവൽ കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന, വേദിയിലായിരിക്കുന്നതും ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാർക്കും ദൈവ മക്കൾക്കും സ്നേഹവന്ദനങ്ങൾ വീണ്ടും പങ്കുവയ്ക്കുക. ഇന്ന് രാത്രി മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ എനിക്ക് വളരെ പ്രിയമുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജോയ് കുര്യാക്കോസ് അവറുകൾ കഴിഞ്ഞ അനേക വർഷങ്ങളായി മലബാറിൽ പാർത്ത് മലബാറിൻ്റെ സുവിശേഷീകരണത്തിൽ വളരെ സാരമായ പങ്ക് വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്തും തനിക്ക് ദൈവം കൊടുത്ത ദർശനത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഇൻചാർജ് പാസ്റ്റർ CC ഏബ്രഹാം അവറുകൾ, സെക്രട്ടറി ബഹുമാനിതനായ പാസ്റ്റർ ഷിബു നെടുവേലിൽ അവറുകൾ, ഈ കൺവെൻഷന്റെ കൺവീനറും IPC കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ അവറുകൾ, ബ്രദർ G കുഞ്ഞച്ചൻ, ട്രഷറർ ബ്രദർ PM ഫിലിപ്പ് അവറുകൾ, കർത്താവിൻ്റെ ദാസൻ സജി മത്തായി കാതേട്ട്, ജോൺസൺ മാത്യു കോട്ടയം അവറുകൾ, എനിക്ക് പിന്നാലെ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസൻ പാസ്റ്റർ സാം ജോർജ് അവറുകൾ, ഞാൻ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ശുശ്രൂഷയിലേറെ കരുതുകയും കൈത്താങ്ങൽ തരികയും ചെയ്യുന്ന മാന്യ ദൈവദാസനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുക. ഈ വർഷവും ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിലും കേരള സ്റ്റേറ്റിന്റെ കൺവെൻഷൻ ഇത്ര മനോഹരമായി സംഘടിപ്പിക്കുവാൻ സ്റ്റേറ്റ് കൗൺസിലിനും സംഘാടകർക്കും കർത്താവ് നൽകിയ ഈ അവസരത്തെ ഓർത്ത് സ്തോത്രം. അഭിനന്ദനാർഹമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മഹാകരുണയാൽ കഴിഞ്ഞ വർഷം നടന്ന കേരള സ്റ്റേറ്റ് കൺവെൻഷനിലും കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ 2 രാത്രികൾ കർത്താവ് നൽകിയ ഭാഗ്യാവസരത്തിനായി സ്തോത്രം. ഏറെ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനങ്ങളായിരുന്നു അവ. IPC കേരള സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെയും അവിടെ ഉള്ള എല്ലാ ദേവദാസന്മാർ, സെന്റർ മിനിസ്റ്റേഴ്സ്, സീനിയർ മിനിസ്റ്റേഴ്സ്, അഭിവന്യരായ കർത്തൃഭക്തർ, ദൈവമക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവിനെ ഏൽപ്പിച്ച വചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ 3-ാമത് ലേഖനം 3-ാമത് അധ്യായം, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത് അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നാം വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഒരു ക്രിസ്തു ഭക്തന് ആനന്ദവും ആവേശവും പ്രത്യാശയും
പുതുക്കി നൽകുന്ന അനുഗ്രഹീത വചസ്സുകളാണ് ഇന്ന് രാത്രി ധ്യാനത്തിനായി നാം വായിച്ചത്. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്നത്രേ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. കൊലോസിയിലുള്ള ദൈവമക്കൾക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുകയാണ്. ഈ ലേഖനം എഴുതുന്നത് വരെ ചരിത്രം നാം പഠിച്ചാൽ പൗലോസ് അവരെ കണ്ടിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായം 10-ാമത് വാക്യത്തിൽ കൊലോസ്യ റീജിയനിൽ നിന്ന്, ഫ്രിഗ്യയിൽ നിന്ന് ചിലർ പെന്തക്കോസ്ത് നാളിൽ വന്നിരുന്നു. അവരാവാം കൊലോസ്യയിൽ സുവിശേഷം പങ്കുവെച്ചതും സഭ തുടങ്ങിയതും എന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ കൂടുതലും പഠിതാക്കൾ സമ്മതിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എപ്പഫ്രാസ് എന്ന ക്രിസ്തു ഭക്തൻ സുവിശേഷീകരണം നടത്തി ആരംഭിച്ച ദൈവസഭയാണ് കൊലോസ്യയിലെ ദൈവസഭ. ഇന്നത്തെ ആധുനിക തുർക്കിയിൽ ലൈക്കസ് നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒരു ചെറിയ പട്ടണം. എപ്പഫ്രാസ് അവരോട് സുവിശേഷം പറഞ്ഞവർ വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ദൈവസഭയിൽ ദൈവജനത്തിന്റെ ആത്മീയതയെയും ആത്മീക നിലനിൽപ്പിനെയും സാരമായി ബാധിക്കുന്ന 2 ചിന്താധാരകളും സ്വാധീനങ്ങളും ദൈവസഭയിലേക്ക് വന്നു. അപ്പോൾ ചരിത്രം പറയുന്നത് താൻ ഏകദേശം 1600 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ കൺസേൺ, ഈ ആശങ്ക പൗലോസിന്റെ അടുത്ത് എത്തിക്കുന്നു. പൗലോസ് ഇപ്പോൾ സഭയിലുള്ള ദൈവജനത്തിന്റെ ആത്മീയതയെ ബാധിക്കുന്ന ഉപദേശ സംബന്ധവും പ്രായോഗിക ക്രിസ്തീയ ജീവിതം സംബന്ധവുമായ ചില മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എഴുതി അവരെ അറിയിക്കുന്നതാണ് ഈ ലേഖനം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഏറെ ചോദ്യം ചെയ്തിരുന്ന, അതിനെതിരെ ഉള്ള ദുരുപദേശങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്താണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് എന്നതിനാൽ യേശുക്രിസ്തു ആര്, അവന്റെ ദൈവത്വത്തിന്റെ ശ്രേഷ്ഠത എന്ത്, യേശുക്രിസ്തുവിന്റെ ഔന്നത്യം എന്ത് എന്നൊക്കെ മറ്റേത് ലേഖനങ്ങളെക്കാൾ ഏറ്റവും സവിസ്തരമായി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഉദാഹരണം 1:15, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ക്രിസ്തുവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ കാണുന്നത് എങ്ങനെ? ക്രിസ്തുവിലൂടെ. ഇക്കോണോസ് എന്ന ഗ്രീക്ക് പദമാണ്. ദൈവത്തിന്റെ തനി രൂപമാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അടിവരയിട്ടുറപ്പിക്കുന്ന ഒരു ലേഖനം കൂടിയാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനത്തിലേക്ക് നുഴഞ്ഞു കയറിയ 2 സ്വാധീനങ്ങൾ. ഒന്ന്, യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ലീഗലിസ്റ്റുകൾ ചിലർ പറഞ്ഞു, യഹൂദ മതത്തിൽ അവർ അനുസരിച്ചു വന്നിരുന്ന ചില ചടങ്ങുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും തുടരേണം. പരിച്ഛേദന, വാവ്, ശബത്ത്, ദിവസങ്ങൾ, മാസങ്ങൾ, പെരുന്നാളുകൾ, ഇവ അതായിരുന്നു ഒരു സ്വാധീനം. മറ്റൊന്ന്, കുറെ കൂടെ അപകടകരമായ ഒരു
സ്വാധീനമായിരുന്നു. അത് യവനായരായവരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് അവരുടെ മുൻ പശ്ചാത്തലമായ യവനായ മതത്തിന്റെ ചില സ്വാധീനങ്ങൾ, ആ ദുരുപദേശങ്ങൾ കുറെ കൂടെ ദോഷം വരുത്തുന്നതായിരുന്നു. ഏവയാണ്? അതിലൊന്ന് ജ്ഞാനമതത്തിന്റെ സ്വാധീനമാണ്. 2 തത്വജ്ഞാനത്തിന്റെ സ്വാധീനമാണ്. 3 സ്പിരിറ്റ് വർഷിപ്പ്, ആത്മാക്കളുടെ ഏഞ്ചൽസിന്റെ ഒക്കെ ആരാധന, ആ സ്വാധീനമാണ്. 4 സ്വയത്യാഗം എന്ന ഉപദേശമാണ്. തങ്ങളെ തന്നെ ത്യജിക്കുക, ശരീരത്തെ ദണ്ഡിപ്പിക്കുക തുടങ്ങിയ ഉപദേശങ്ങൾ. അപ്പോ ഇവയെല്ലാം ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റ് വന്നപ്പോ സഭയോട് പൗലോസ് ശക്തമായ നിലയിൽ ചില വാണിങ്ങുകൾ കൊടുക്കുകയാണ്. ഇന്നിത് വളരെ പ്രസക്തമാണ്. രക്ഷയെ സംബന്ധിച്ച, കൃപയെ സംബന്ധിച്ച, നിത്യതയെ സംബന്ധിച്ച, സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച, പരിശുദ്ധാത്മ പ്രവർത്തികളെ സംബന്ധിച്ച അനേക ദുരുപദേശങ്ങൾ ഇന്നിന്റെ ആത്മീയതയെയും ക്രൈസ്തവ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന കാലത്ത് ഈ പഠിപ്പിക്കലുകൾ വളരെ പ്രധാനപ്പെട്ടതാ. പൗലോസ് അതുകൊണ്ട് കൊലോസ്യയിലെ ദൈവമക്കളോട് പറഞ്ഞു, 1, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നോക്കണം. 2, ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ നോക്കണം. ആരും നിങ്ങളെ വിധിക്കാതിരിക്കാൻ നോക്കണം. ആരും നിങ്ങളെ ശപിക്കാതിരിക്കാൻ നോക്കണം. എന്നിട്ട് വളരെ ശക്തമായ ഒരു പ്രബോധനം കൂടെ പറഞ്ഞു, ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാതിരിക്കാൻ നോക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ്. ലെറ്റ് നോ വൺ ചീറ്റ് ഓഫ് യുവർ പ്രൈസ്. നിങ്ങൾക്കൊരു വിരുദുണ്ട്. നിങ്ങളെ ലാക്കാക്കി ഓടുന്ന ഒരു ലക്ഷ്യമുണ്ട്, ഒരു വിരുദുണ്ട്. അതിനരികെ വരെ വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ വളരെ ശ്രദ്ധിപ്പീൻ പൗലോസ് പറയുകയാണ്. ഒരു ഇംഗ്ലീഷ് പദപ്രയോഗം, ലെറ്റ് നോ വൺ ഡിസ്ക്വാളിഫൈ യു. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടത്തോടല്ലേ പൗലോസ് ഉപമിച്ചിട്ടുള്ളത്. സ്പോർട്സ് ഇവന്റ്സിൽ പങ്കുകൊള്ളുമ്പോ അതിന് ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. അത് കൃത്യതയോടെ പാലിച്ചില്ല എങ്കിൽ നാം ഡിസ്ക്വാളിഫൈഡ് ആയി പോകും, അയോഗ്യരായി പോകും. ഉത്തേജക മരുന്ന് കഴിച്ചാൽ, പരിശോധനയിൽ അത് തെളിഞ്ഞാൽ അയോഗ്യരായി പോകും. ചില ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മറഡോണ എത്ര ശക്തമായ തുടക്കമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ഒരു ഫൈനൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡിസ്ക്വാളിഫൈഡ് ആയി പോയി. പൗലോസ് പറയുകയാണ്, അനേക ഇടങ്ങളിൽ നിന്ന്, അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ ദുരുപദേശത്തിന്റെ കാറ്റുകൾ അടിക്കുമ്പോൾ ചതിക്കപ്പെടാതിരിപ്പാൻ, തെറ്റിപ്പോകാതിരിപ്പാൻ, വഞ്ചിക്കപ്പെടാതിരിപ്പാൻ, വിരുദ്ധത്തെ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ സൂക്ഷ്മതയോടെ ഇരിപ്പീൻ. കാരണം ഓടിയതും അധ്വാനിച്ചതും വൃഥാവാവരുത്. ഈ പശ്ചാത്തലത്തിലാണ് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടതിന്, വിരുദ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, വഴിമധ്യേ പട്ടുപോകാതിരിക്കേണ്ടതിന്, ക്രിസ്തീയതയിൽ തളർന്നും തകർന്നും പോകാതിരിക്കേണ്ടതിന് കൊലോസ്യയിലുള്ള ദൈവമക്കളോട് പൗലോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപദേശം പറയുന്നു. എന്ത്? നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ശക്തമായ
വിശദമായ അനേക തർജ്ജനങ്ങൾ നൽകുന്നു. അതിലെ 4 വാക്യങ്ങളാ നാം വ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നത്. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ പറയുന്നു, അവയവങ്ങളെ മരിപ്പിപ്പാൻ പറയുന്നു, ചിലത് വിട്ടുകളയുവാൻ പറയുന്നു, സത്യം മാത്രം സംസാരിപ്പാൻ പറയുന്നു. അപ്പോ അതിൽ ഏറ്റവും ആദ്യം പറയുന്ന ഒരു സംഗതി, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാപ്രയോഗം അതേ തനിമയിൽ വിവർത്തനം ചെയ്താൽ ഉയരത്തിലുള്ളത് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിപ്പീൻ. ഉയരത്തിലുള്ളത് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിപ്പീൻ എന്ന് വേണം അതിനെ വ്യാഖ്യാനിപ്പാൻ. ഈ 4 വാക്യങ്ങളിൽ നിന്ന് 2 പാഠങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഇന്ന് എനിക്ക് നിയോഗം. ഈ രാത്രിയിൽ 1-2 വാക്യങ്ങൾ വായിച്ച് 1-ാമത്തെ പാഠം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. 1-ാമത്തെ പാഠം, നമുക്ക് സ്ഥാനീയമായ ചില അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണം? Our positional blessings and practical living. നമുക്ക് സ്ഥാനീയമായി ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠമായതുകൊണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതം വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം, നിത്യതയെ ലാക്കാക്കി ഉള്ളതായിരിക്കണം. എന്താണ് നമ്മുടെ സ്ഥാനീയ അനുഗ്രഹങ്ങൾ? വചനം പറയുന്നു, നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവരാ. ശ്രദ്ധിക്കുക, നമ്മുടെ പൊസിഷണൽ ബ്ലെസ്സിങ് എന്താ? നമ്മൾ ഇപ്പോൾ ആരാ? ഇതേ പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ഇതിന് കുറെ കൂടെ വിശദമായ ഒരു വിവരണം തരുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടെ സ്നാനമേൽക്കുന്നവൻ ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുകയാണ്. അതേ അർത്ഥത്തിലാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നാം സ്നാനമേറ്റപ്പോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവരാ. പ്രിയരെ, ഈ കൺവെൻഷനിൽ, നമ്മുടെ കൗൺസിലിൽ ജോയിന്റ് സെക്രട്ടറി, ജോയിന്റ് കൺവീനർ എന്നൊക്കെ സ്ഥാനങ്ങളില്ലേ? എന്താ അർത്ഥം? ആ ഉത്തരവാദിത്വം വഹിക്കുന്നവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവർ. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ പദപ്രയോഗം കോ റെസറക്ഷൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മരിച്ചപ്പോ നിന്റെ പാപങ്ങൾ അവനോട് ചേർന്ന് മരിച്ചു. നീ അവനോട് ചേർന്ന് മരിച്ചു, അവനോട് ചേർന്ന് ഉയർത്തപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസിന്റെ എഫേസ്യ ലേഖനത്തിലെ പദപ്രയോഗങ്ങൾ ചേർത്ത് പഠിച്ചാൽ ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നവരാണ് നാം. സ്വർഗത്തിൽ ആശയപരമായി അർത്ഥാൽ വസിക്കുന്നവർ, ഭൂമിയിൽ പ്രായോഗിക ജീവിതം നടത്തുന്നവർ. പ്രൈസ് ദി ലോർഡ്. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തപ്പെട്ടവർ. പൊസിഷണൽ ബ്ലെസ്സിംഗ്. ദൈവവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മെ ക്രിസ്തു ജീവിപ്പിച്ചു. അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നാം സ്നാനത്താൽ അവനോന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് ഏകീഭവിച്ച നാം ഇന്ന് എവിടെയാണ്? ക്രിസ്തു ഇരിക്കുന്ന ദൈവത്തിന്റെ
വലത് ഭാഗം അതന്വേഷിപ്പീൻ. ക്രിസ്തുവിന്റെ കൂടെ ഉള്ള നാം, ക്രിസ്തുവിനെ അറിയുന്ന നാം, ക്രിസ്തു ഇരിക്കുന്ന ഇടം അന്വേഷിപ്പീൻ. അതാണ് നമ്മുടെ പൊസിഷണൽ ബ്ലെസ്സിങ്. ഈ സ്ഥാനീയ അനുഗ്രഹങ്ങൾ ലഭിച്ച നാം രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അത് രണ്ടും മനസ്സ് കൊണ്ട് ചെയ്യേണ്ടിയതാ, പ്രവൃത്തിയിൽ വരുത്തേണ്ടിയതാ. ഒരു ഇംഗ്ലീഷ് പദ സീക്ക് എന്ന അന്വേഷിക്കുക, രണ്ടാമത്തെ ഇംഗ്ലീഷ് പദ സെറ്റ് എന്നതാണ്. സെറ്റ് എന്നതിന് മലയാളത്തിൽ എഴുതി ചിന്തിക്കുക എന്ന അല്ല, സ്ഥിരപ്പെടുത്തുക എന്ന അർത്ഥം. ഒന്ന് അന്വേഷിക്കുക, അന്വേഷിച്ചു കൊണ്ടിരിക്കുക. രണ്ട് സെറ്റ്, സ്ഥിരപ്പെടുത്തി വെക്കുക. ഒന്നിനെ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തെന്നിപ്പോകാതെ, ഇളകിപ്പോകാതെ, മാറ്റം വരാതെ അതിനെ അവിടെ സ്ഥാപിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, അവിടെ വരുമ്പോൾ ഇവിടുത്തെ സമയം മാറ്റി ഇന്ത്യയിലെ സമയം സെറ്റ് ചെയ്യും. കൊച്ചിയിൽ നിന്ന് കോഴിക്കോടോട്ട് പോകുമ്പോൾ, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആ സമയങ്ങൾ മാറ്റില്ല, അത് സെറ്റ് ചെയ്തു വെക്കും. എന്നതുപോലെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ക്രിസ്തു ഭക്തൻ, അവൻ തന്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ദൈവത്തിന്റെ വലഭാഗം ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും മനസ്സവിടെ സെറ്റ് ചെയ്തു വെക്കണം. അനുദിന ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത പലതിനാൽ കുലുങ്ങിപ്പോകരുത്, ആടിപ്പോകരുത്. ഉയരത്തിലുള്ളത്, നിത്യതയ്ക്ക് വേണ്ടി ഉള്ളത് ചിന്തിച്ചു കൊണ്ടിരിപ്പീൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എപ്പോഴാ നമുക്ക് ഈ ബോധ്യമുണ്ടാകുന്നത്? ഒരു ലക്ഷ്യം ഉള്ളപ്പോൾ, നമുക്കൊരു ഗോൾ ഉള്ളപ്പോൾ. എന്താ നമ്മുടെ ഗോൾ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും, നാമും അവിടെ ചെല്ലും. പ്രൈസ് ദി ലോർഡ്. നിത്യത, അതാ നമ്മുടെ ഗോൾ. എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയ. അതിൽ കയറാൻ എത്രയോ വർഷങ്ങൾ ആൾക്കാർ പരിശ്രമം നടത്തും. പ്രിയരെ, അവരുടെ ശാരീരിക വ്യായാമം, ഭക്ഷണ രീതി, ദിനചര്യകൾ എത്ര നാൾ ഡിസിപ്ലിനോടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. പലരും എന്നിട്ടും അതിന്റെ മുകളിൽ എത്തുന്നില്ല. ഞാൻ പാർക്കുന്ന പട്ടണത്തിനടുത്താണ് നാസ സ്പേസ് സെന്റർ. ബഹിരാകാശത്തേക്ക് ആൾക്കാർ പോകാൻ തയ്യാറെടുക്കുന്ന സ്ഥലം. അവിടെ ഈ ഞങ്ങളുടെ സഭയിലെ ചില സ്നേഹിതർ ജോലി ചെയ്യുന്നത് കൊണ്ട് അതിന് ചില ട്രെയിനിങ് സ്ഥലങ്ങൾ അകത്ത് കയറി കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അതിൽ ഒരു ട്രെയിനിങ് സ്ഥലം കണ്ടപ്പോൾ അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഭൂമിക്കടിയിലേക്ക് 6-7 നില ആഴത്തിൽ ഒരു പൂള പണിതിരിക്കുക, വെള്ളം. അതിനകത്ത് സ്പേസിൽ എന്തെല്ലാം ഉണ്ടോ, സ്പേസ് സെന്റർ ഈ വെള്ളത്തിനകത്ത് പണിതിരിക്കുക. ഇവിടുത്തെ പോലെ ഓക്സിജൻ ലെവൽ അല്ലല്ലോ അവിടെ. അപ്പൊ വെള്ളത്തിനകത്ത് അനേക ദിവസങ്ങൾ അവരുടെ അതിന് അപ്രോപ്രിയേറ്റ് ആയ വസ്ത്രം ധരിച്ച് ഓക്സിജൻ ഒക്കെ കണക്ട് ചെയ്ത് മണിക്കൂറുകളോളം അവർ ഈ വെള്ളത്തിനകത്ത് ട്രെയിൻ ചെയ്യുക. എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം അവർ ആ സ്പേസിൽ എത്തുമ്പോ അവിടെ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ട്രെയിനിങ് ഇവിടെ ലഭിക്കുകയാ. എന്നിട്ടും എത്രയോ തവണ ഈ സ്പേസ് ഷിപ്പ് തകർന്നു പോയിട്ടുണ്ട്. എത്രയോ പേർ അവിടെ എത്താതിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഉറപ്പല്ല യേശു നമുക്ക് തരുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവൻ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ ചിന്തയും അവന്റെ നോട്ടവും അവന്റെ ആലോചന
തേജസ്സിൽ അവനോട് കൂടെ ഉണ്ടാകും. പ്രിയരെ, ഉയരത്തിൽ എന്തുണ്ട്, ഭൂമിയിൽ എന്തുണ്ട്? ഒരു നിമിഷം ചിന്തിക്കണം. ഈ കൊറോണ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിച്ചില്ലേ? നമ്മൾ നേടിയത്, നമ്മൾ അധ്വാനിച്ചത്, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, സ്ഥാനമാനങ്ങൾ, ഖസേറകൾ ഒന്നും പെർമനന്റ് അല്ലെന്ന് കൊറോണ നമ്മെ പഠിപ്പിച്ചില്ലേ? ഭൂമിയിൽ എന്തുണ്ട്? ഭൂമിയിൽ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, സുഖലോലുപതയുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. ഭൂമിയിൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഭൂമിയിൽ എന്തുണ്ട്? ഭൂമിയിൽ നിലനിൽക്കാത്ത അനേക കാര്യങ്ങളുണ്ട്. നമ്മുടെ ജഡത്തെ സുഖിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എക്സിസ്റ്റൻഷ്യലിസ്റ്റുകളെ പോലെ ഇവിടെ ആനന്ദിക്കുന്നതിന് അനേക കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ സ്വർഗത്തിൽ എന്തുണ്ട്? സ്വർഗത്തിൽ എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. സ്വർഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്വർഗത്തിൽ തേജസ് ഉണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു കിരീടമുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു പൗരത്വമുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു പേരുണ്ട്. സ്വർഗം, അവിടേക്ക് ബൗണ്ടാണ് ഞാൻ. അവിടേക്ക് വില കൊടുത്തു വാങ്ങപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതൊന്നും എന്റെ വിരുദിനെ തെറ്റിക്കരുത്. ഞാൻ ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുന്നവനാകണം. അതിന് നമ്മുടെ ഭാഗത്തും പരിശ്രമം വരണം. അതിൽ ഏറ്റവും ആദ്യം വരേണ്ടിയ രൂപാന്തരം മനസ്സിനാണ്. പുതിയ നിയമത്തിൽ എവിടെയൊക്കെ മനസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം മനസ്സിനെ പുതുക്കപ്പെടലാ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ജഡചിന്ത, ജഡിക വിചാരങ്ങൾ, ലൈംഗിക ആസക്തി, അസൂയ, അഹങ്കാരം, പണത്തോടുള്ള ദാഹം, സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, വക്രത, വഷളത്വം, ഇത് മുഴുവനും വരുന്നത് മനസ്സിലാണ്. അതുകൊണ്ട് ആ മനസ്സ് ഈ ലോകത്തിലുള്ളതിനെ ശ്രദ്ധ വയ്ക്കാനല്ല, ഉയരത്തിലെ യേശുവിന്റെ മേൽ ശ്രദ്ധ വെക്കുകയും. ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കി. അത് കഴിഞ്ഞ് താൻ ഒരു ബോർഡി സ്കൂളിൽ ട്യൂട്ടറായി പോയി. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവനെ പുറത്താക്കി. പോളിടെക്നിക്കിൽ പഠിക്കാൻ പോയി, പുറത്താക്കി. ഒടുവിൽ അവന്റെ പരിശ്രമം നിന്നില്ല, സയന്റിഫിക് റിസർച്ച് നിന്നില്ല. അങ്ങനെ പരാജയപ്പെട്ടവനാ ലോകത്തിലെ അറിയപ്പെട്ട ശാസ്ത്രജ്ഞനായി മാറിയത്. നിന്റെ ഒരു രോഗമോ, നിന്റെ ക്ഷീണമോ, നിന്റെ തളർച്ചകളോ, ദോഷങ്ങളൊന്നും നിന്റെ വിരുദ്ധനെ തെറ്റിക്കരുത്. എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും ഉറപ്പോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ നിൽക്കണം. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. അവിടെ എത്തണം. ക്രിസ്തു ഭക്തൻ ഈ ദിനങ്ങളെ ധ്യാനിക്കണം. ഈ നാളുകളിലെ പ്രഭാഷണങ്ങൾ, ഈ നാളുകളിലെ പല പഠിപ്പിക്കലുകളും ഇവിടുത്തെ സുഖത്തെ പറ്റി, ഇവിടുത്തെ ആനന്ദത്തെ പറ്റി, ഇവിടുത്തെ വീടിനെ പറ്റി, ഇവിടുത്തെ സൗകര്യങ്ങളെ പറ്റി, ഇവിടെ ലഭിക്കുന്ന സൗഖ്യത്തെ പറ്റി, ഇവിടെയുള്ള വിടുതലിനെ പറ്റി മാത്രമാകുന്നത് എത്രയോ വേദനാജനകമാണ്. നാം ഇവിടത്തേക്കുള്ളവരല്ല, നമുക്കൊരു നിത്യതയുണ്ട്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിപ്പി. അടുത്ത 2 വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. രണ്ടാമത്തെ പാഠം, ഇന്ന് നമുക്കൊരു ഹിഡൻ ഐഡന്റിറ്റി, മറയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിപ്പം. എന്നാൽ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഒരു ദിവസം വെളിപ്പെടും. 3 തലങ്ങളെ പറ്റി വേദപുസ്തകം പറയും. 1, നമ്മുടെ പാസ്റ്റ്, പാപികളായിരുന്നവർ. 2, നമ്മുടെ പ്രസന്റ്, ക്രിസ്തുവിൽ ഇപ്പോൾ മറയപ്പെട്ടിരിക്കുന്നവർ. 3, നമ്മുടെ ഫ്യൂച്ചർ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന തേജസ്. മനസ്സിലാക്കുക. 1, നാം പാപികളായിരുന്നപ്പോൾ. 2, ഇപ്പോൾ ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കുന്നു. 3, ഇനി നമുക്ക് വെളിപ്പെടാനുള്ള തേജസ്, അത് വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. പ്രിയരെ, വേദോസ്തം നമ്മളെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാവോ? നാം മരിച്ചവരാ. പ്രൈസ് ഗോഡ്.
പാപത്തോട് മരിച്ചവരാ ഇപ്പോൾ അവിടെ ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഏറ്റവും വലിയ മാന്യത എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണം എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കയാ. യേശു അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു ദോഷവും വരില്ല. യേശു അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കില്ല. നീ മറയപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുക. പലരും പറയാറില്ലേ, പാസ്റ്റർ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, മറ്റുള്ളവർ ഉള്ളത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. സ്നേഹിത, പാസ്റ്ററും മറ്റുള്ളവരും എപ്പോഴും നിന്റെ കൂടെ ഇല്ലല്ലോ. നീ ക്രിസ്തുവിൽ മറയപ്പെട്ടാൽ എന്നും എപ്പോഴും നിന്റെ കൂടെ ഉള്ളയാൾ ക്രിസ്തു അല്ലേ? നിന്റെ നാവിനെ നീ ശ്രദ്ധിക്കണ്ടേ? യാത്രകളെ ശ്രദ്ധിക്കണ്ടേ? പോക്കുവരവിനെ ശ്രദ്ധിക്കണ്ടേ? ഇടപാടുകളെ ശ്രദ്ധിക്കണ്ടേ? ഫോൺ കോൺവെർസേഷനെ ശ്രദ്ധിക്കണ്ടേ? ഫോൺ പരിതന്നതിനെ ശ്രദ്ധിക്കണ്ടേ? കാണുന്നതിനെ ശ്രദ്ധിക്കണ്ടേ? കേൾക്കുന്നതിനെ ശ്രദ്ധിക്കണ്ടേ? നീ ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിന്നോട് ഏറ്റവും പറ്റി നിൽക്കുന്നത് യേശുവല്ലേ? അവനെ ഭയപ്പെടേണ്ടേ, അവനെ പ്രസാദിപ്പിക്കേണ്ടേ. കാരണം നാം നിത്യതയ്ക്ക് വേണ്ടി ഉള്ളവരാണല്ലോ. ഇനി നമ്മുടെ തേജസ് വെളിപ്പെടാൻ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടമില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത ഒരു ദേശം നമുക്കുണ്ട്. ഇവിടെ കഷ്ടത്തിലൂടെ, വേദനയിലൂടെ, രോഗത്തിലൂടെ ഒക്കെ പോയാലും ഭക്തൻ പാടിയതുപോലെ ഉയർപ്പിൻ പ്രഭാതമേ, ഉള്ളത്തിൻ പ്രമോദമേ, ഉറുവി തന്നിൽ ഭക്തന്മാർക്കുള്ള ആശയും പ്രദീപമേ. നാം മരിച്ച് നമ്മൾ ജീവൻ ക്രിസ്തുവോട്. പ്രിയരെ, നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. എപ്പോൾ വീണ് മരിച്ചാലും, എപ്പോൾ കാഹള ശബ്ദം കേട്ടാലും ഉയരത്തിൽ യേശുവിനോട് കൂടെ എടുക്കപ്പെടണം. അതുകൊണ്ട് ഒരു ക്രിസ്തു ഭക്തൻ എല്ലാ ദിവസവും അവന്റെ ചിന്തയിലും വിചാരത്തിലും വികാരത്തിലും ആഗ്രഹത്തിലും ചെയ്തിയിലും നടപ്പിലുമെല്ലാം ഉയരത്തിലുള്ളത് ചിന്തിച്ച് ജീവിക്കണം. അതിനായി കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന അവസരം തന്ന എല്ലാവർക്കും നന്ദി. വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനിലൂടെ വളരെ ശക്തമായ നിലയിൽ ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നു. അതോർത്ത് കർത്താവിന് നമുക്ക് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസനെ ദൈവം കുടുംബമായി ശുശ്രൂഷയിൽ ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർന്ന് കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലി അവറുകൾ ഈ വേദിയിലേക്ക് കടന്നു വന്ന് ചില പ്രസ്താവനകൾ നടത്തുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. അധ്യക്ഷനായ കർത്താവിൻ്റെ ദാസനും മറ്റ് ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ യോഗത്തിൻ്റെ രണ്ടാമത് രാത്രിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട അധ്യക്ഷ പ്രസംഗം, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തുടർന്ന് പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കുവാനായി പോവുകയാണ്. അതിനുമുമ്പ് ഈ ചില പ്രസ്താവനകൾ ഓർപ്പിക്കട്ടെ. മലബാറിന് വേണ്ടി, മലബാറിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പാസ്റ്റർ ബിജോയ് കുര്യാക്കോസ് ചില കാര്യങ്ങൾ ഓർപ്പിച്ചല്ലോ. എൻ്റെ വാക്കുകൾ കേട്ട് ദൂരത്തും ചാരത്തുമായി, സ്വദേശത്തും വിദേശത്തുമായി ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, മലബാറിൻ്റെ നോർത്ത് മലബാർ എന്ന് പറയുന്ന കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ മിഷൻ സ്റ്റേഷൻസ് തുടങ്ങി അവിടെ കർത്താവിൻ്റെ ദാസന്മാരെ ആക്കി വേലകൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. വിദേശത്ത് ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ഒരു ഏരിയ എടുത്ത്, ഒരു താലൂക്ക് എടുത്ത് വേല ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടണം. പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കുന്നതിന് മുമ്പ് ഈ യോഗത്തിൻ്റെ ഭാരിച്ച ചിലവുണ്ട്. പന്തലിടണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ഈ യോഗത്തിൻ്റെ ഭാരിച്ച ചിലവിന് നാം വളരെ ബുദ്ധിമുട്ടുകയാണ്. കോട്ടയത്ത് കൺവെൻഷൻ നടന്നു, തിരുവനന്തപുരത്ത് നടന്നു. ഇവിടെ എല്ലാം ആ ലോക്കലിൽ വീടുകളിൽ
ഉത്തരവാദിത്തപ്പെട്ട് പോയി പണം പിരിക്കുകയും ചെലവുകൾ ബുദ്ധിമുട്ടോ കടമോ ഇല്ലാതെ അല്പം അധികം പൈസ ഉണ്ടാകുമാറ് ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഇതിനങ്ങനെ പോകുവാനും പിരിക്കുവാനും വ്യക്തികളെ കാണുവാനും ഒന്നും കഴിയാത്തൊരു കാലമാകയാൽ ദൈവമക്കൾ പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കുമ്പോൾ ഗൂഗിൾ പേയിലൂടെ IPCയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കണമെന്ന് ഓർപ്പിക്കുന്നു. അക്കൗണ്ടിൽ നിന്നും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എല്ലാം ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണാവുന്നതാണ്. ആ അക്കൗണ്ടിലേക്ക് ദൈവമക്കൾ അക്കൗണ്ടിൽ നിന്നും പണം പേ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം കൂടെ കാണിച്ചാൽ റെസീറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇനിയും നാം കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. നാളത്തെ യോഗത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. നാളെ നമ്മുടെ കൺവെൻഷൻ്റെ 3ാമത് രാത്രികാലമാണ്. നാളെ രാത്രികാലം ദൈവത്തിൻ്റെ ദാസൻ മാവേലിക്കര വെസ്റ്റ് സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ കെ മാത്യു ഓറുകളും ഒക്കഡഹാമയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ ഷിബു തോമസുമാണ് ദൈവവചനം സംസാരിക്കുന്നത്. ഈ യോഗത്തിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കേരള സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ഈ കഴിഞ്ഞ 9 മാസങ്ങളിലും ദൈവം നമ്മെ ജയോത്സവത്തോടെ നടത്തും. അതിൻ്റെ കാര്യങ്ങൾ പുറകാലെയുള്ള ദിവസങ്ങൾ ഓർപ്പിക്കാം. ഈ യോഗത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് നമ്മുടെ ഈ വേലയെ സഹായിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കൊയറുടെ ഒരു ഗാനം പാടുകയും ആ സമയത്ത് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കേരള സ്റ്റേറ്റ് കൺവെൻഷൻ്റെ ഭാരിച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് കൈ തുറന്ന് സഹായിക്കാനുള്ള അവസരമാണ്. ആ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ പുറത്താനും ഞാൻ പോരാത്തവനാണേ, എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുമിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. അസത്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ
പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? ഒരു വാക്കു മതി, എനിക്കത് മതിയേ. 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 എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. 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 കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ ദൈവമക്കളോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ച് ഈ കൺവെൻഷന്റെ ആവശ്യങ്ങൾക്കായി മനസ്സ് തുറന്ന ദൈവമക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം ഇന്ന് രാത്രി തുടർന്ന് ദൈവവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രസ്താവിച്ചതുപോലെ മലബാറിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും IPC ഗ്ലോബൽ മീഡിയ ജനറൽ സെക്രട്ടറിയുമായ ബ്രദർ സജി മത്തായി കാതേട് മുൻപോട്ട് കടന്നു വന്ന് ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി, മലബാറിന് വേണ്ടി, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ സഹകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നാഥ, കഴിഞ്ഞ ദിവസം ഞാൻ ശക്തമായി ദൈവവചനം കേൾക്കുവാനും ദൈവമേ രണ്ടാം ദിവസം നിന്റെ സന്നിധിയിൽ ഞാൻ കാര്യപ്പാനൊക്കെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഇത്രത്തോളം ഞങ്ങളെ കൂട്ടിവരുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ശക്തമായി ഇന്ന് ഞങ്ങളോട് വചനത്തോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു നാഥ. ഞങ്ങൾ ഞങ്ങളുടെ നിസ്സാരതയെ അറിയുന്നു നാഥ. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് സന്ധ്യയ്ക്കും ഉഷസ്സിനും മധ്യേ ചതഞ്ഞറിഞ്ഞു പോകുന്ന പുഴുക്കൾക്ക് തുല്യമെന്ന് ഭക്തനായ കവി ഇയ്യോബ് പാടിയതുപോലെ ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ത്തുന്നു നാഥ. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ഇല്ലായ്മ ഞങ്ങൾ ഒന്നുകൂടെ താഴ്ത്തുന്നു നാഥ. ഞങ്ങൾ ഇത്രത്തോളം അവിടങ്ങളായി നിലനിർത്തിയതിനായി, ശുശ്രൂഷകളിൽ അവിടങ്ങളായി ഞങ്ങളെ നിലനിർത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമേ, ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശക്തമായി ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാനും ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തുവാനും ക്രൂശിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ശക്തമായി ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാനും ദൈവദാസനെ നീ അഭിഷേകം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മലബാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ മലബാറിനോട് ചെയ്യുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ നാളുകൾക്ക് മുമ്പേ, ദശാബ്ദങ്ങൾക്ക് മുമ്പേ നീ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് പ്രവർത്തിക്കുവാൻ, അവിടെ ദൈവമേ ഹല്ലേലൂയ ദൈവവചനമായി സംസാരിപ്പാൻ, അനേക സ്ഥലങ്ങളിൽ ദൈവവചനമായി എത്തുവാൻ നീ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് മിഷണർമാരെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
മലബാറിലെ എല്ലാ ശുശ്രൂഷകന്മാർക്കായി, സെൻട്രൽ ശുശ്രൂഷകന്മാർക്കായി ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നും ദൈവമേ ഹല്ലേലൂയ പല സ്ഥലങ്ങളിലും സുവിശേഷം എത്താത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എല്ലാം ഞങ്ങൾ ദൈവമേ ഹല്ലേലൂയ ദൈവവചനം വിതറപ്പെടുവാൻ, അവിടെ ദൈവസഭ ഉണ്ടാകുവാൻ, ദൈവമക്കൾ ഉണ്ടാകുവാൻ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നതാ. ഹല്ലേലൂയ ദൈവമേ, ഇന്ന് ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ മലബാറിനെ ഓർക്കുവാൻ, മലബാറിന് വേണ്ടി ഹല്ലേലൂയ സാമ്പത്തികമായി സഹായിക്കുവാൻ, മിഷണറിമാരെ സഹായിക്കുവാൻ, മിഷണറിമാർ അവിടെ എത്തുവാൻ നീ ഹല്ലേലൂയ അനേകരെ നീ ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളെ തന്നെ താഴ്ത്തി പരിമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ രാത്രിയിലെ ഒടുവിലത്തെ സന്ദേശത്തിന്റെ അടുക്കലേക്കാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ നിലയിൽ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയും തുടർന്ന് ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ശക്തമായ ഒരു ആത്മീയ നേതൃത്വത്തെ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ സാം ജോർജ് അവറുകളാണ് തുറന്ന് ദൈവവചനം സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ബഹുമാന്യ കർത്തൃദാസൻ്റെ കുടുംബത്തെ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയാത്തതാണ്. നമ്മുടെ പെന്തക്കോസ്ത് പിതാക്കന്മാരുടെ മുൻനിര പ്രവർത്തകരുടെ കൂട്ടത്തിൽ കർത്താവിന് വേണ്ടി അത്യുദ്ധാനം ചെയ്ത EC ജോർജായനെ നമുക്കെല്ലാവർക്കും അറിയാം. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സാം ജോർജ് അവറുകളെ ആദരവോടെ തുറന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ 2020 ആണ്ടിലെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ രാത്രിയിലെ മീറ്റിംഗിൽ എൻ്റെ അധ്യക്ഷൻ, എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ബിജു കുര്യാക്കോസ്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ്സ്, എല്ലാ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, ലോക്കൽ പാസ്റ്റേഴ്സ്, എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി എന്നോടൊപ്പം ദൈവവചനം ഷെയർ ചെയ്യുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സാബു വർഗീസിനെ ഓർത്തും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. IPCയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റായ കേരള സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയും, പ്രത്യേക ഈ വർഷം കൊറോണ എപ്പിഡമിക്കിനാൽ ഭാരപ്പെടുന്ന ഈ സമയങ്ങളിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇന്ന് രാത്രി ലഭിച്ച സമയം കൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരാലോചന പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുന്നു. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ബിഹോൾഡ് മൈ സെർവൻറ്റ് ടു whom I am well pleased, to whom I uphold. ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ. ഈ വാക്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വിശദീകരിക്കും ഇന്ന് രാത്രിയിൽ സമയമില്ലാത്തത് കൊണ്ട് ചരിത്ര ഭാഗങ്ങളിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. ബിഹോൾഡ്. ബിഹോൾഡ് മീൻസ് കം ക്ലോസ് ആൻഡ് ഹാവ് എ ക്ലോസർ ലുക്ക്. ഏറ്റവും അടുത്ത് വന്ന് ശ്രദ്ധിച്ച് നോക്കുക. യെശയ്യാ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കൊണ്ട് പറഞ്ഞു, അടുത്ത് വരിക, യേശുവിൻ്റെ അടുത്തേക്ക് വരിക, സൂക്ഷിച്ച് യേശുവിനെ നോക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ച പുത്രനായ ക്രിസ്തു 41-ാം അധ്യായത്തിൽ ഇസ്രയേൽ മക്കളെ പ്രവാചകൻ ദാസൻ എന്ന് വിളിക്കുന്നു. എന്നാൽ ഇവിടെ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം,
താഴ്മയുള്ള ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദമാണ് സെർവൻ. ബിഹോൾഡ് മൈ സെർവൻ. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗത്തിന് ടൈറ്റിൽ അപ്രൂവൽ ഫ്രം ഗാഡ്, ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തിൽ വിവിധമായ മാനദണ്ഡങ്ങൾ മനുഷ്യന് അംഗീകാരത്തിന് ലഭിക്കാറുണ്ട്. പല ആളുകളും പല മാനദണ്ഡ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളും മാനങ്ങൾ ലഭിക്കാറുണ്ട്, ക്വാളിഫിക്കേഷൻ സെറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇക്കോണമിയിൽ ക്വാളിഫിക്കേഷൻ അല്ല ദൈവം നോക്കുന്നത്. ക്വാളിഫിക്കേഷന് പ്രാധാന്യമുള്ളപ്പോൾ തന്നെ ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ അംഗീകാരമാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുന്നു, നോക്കുക എൻ്റെ അംഗീകാരം ലഭിച്ച എൻ്റെ ദാസൻ. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ കൈക്ക് സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപേണ യേശുവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി, ഇതാ എൻ്റെ ദാസൻ, പ്രിയദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന, ബിഹോൾഡ് മൈ സെർവൻ, എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറുരൂപമലയിൽ യേശുവും 3 ശിഷ്യന്മാരുമായി സമയം പങ്കിടുമ്പോൾ ഏലിയാവും മോശയോട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മേഘത്തിൽ നിന്ന് സ്വർഗത്തിൽ മേഘം പ്രകാശിക്കുന്ന പോലെ സ്വർഗീയ വെളിച്ചോട് പ്രകാശിക്കുകയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവികൊടുപ്പിൻ. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ പിതാവിൻ്റെ അംഗീകാരം ലഭിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മിനിസ്ട്രി ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിൽ ഒരു സ്ഥാനം ലഭിക്കുവാൻ മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അംഗീകാരം ലഭിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമായി മാറുമ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ മക്കൾ, ദൈവദാസന്മാർ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. മാനദണ്ഡങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ അംഗീകരിക്കുമോ? സങ്കീർത്തനക്കാർ ദാവീദ് ഇപ്രകാരം പറയുന്നു, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവമേ അങ്ങ് ഇച്ഛിക്കുന്നത്. മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് മാനദണ്ഡം ഉണ്ടാക്കുവാൻ കഴിയും, യോഗ്യതകൾ മീറ്റ് ചെയ്യുവാൻ കഴിയുമെങ്കിലും ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, മോശ കനാൻ നാട് ഒറ്റുനോക്കുവാൻ 12 സ്പൈസിനെ ചാരന്മാരെ അയക്കുന്നതായി നമുക്ക് കാണാം. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്ത കനാൻ നാട്, ഈ കനാൻ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മിസ്രൈമിൽ നിന്നും പെസഹ കുഞ്ഞാടിൻ്റെ ചോരത്തള്ളിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, യോർദാൻ നദി ചെങ്കടൽ കടന്ന ജനം, യോർദാൻ കടന്ന ജനം. എന്നാൽ ഇപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളെ അവിശ്വസിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ, ദൈവം കൊടുത്ത ലാൻഡ് പൊസസ് ചെയ്യേണ്ടതിന് പകരം കോൺകർ ചെയ്യുവാനായി പോകുന്ന മനോഭാവത്തോടെ ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും മറന്നുകൊണ്ട് മോശയോട് അവർ പറയുന്നു, ഈ ദേശം ഒറ്റുനോക്കുവാൻ ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദൈവം അവർക്ക് കൊടുത്ത, പ്രോമിസ് ചെയ്ത് അവകാശമായി കൊടുത്ത നാട്, ഈ നാട് കോൺകർ ചെയ്യുവാനായി മോശയോട് പറയുന്നു 12 പേരെ അയക്കുവാനായി. മോശ അവരുടെ ആഗ്രഹം ആവർത്തന പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്. മോശ അവരുടെ ആഗ്രഹം സാങ്ഷൻ ചെയ്ത് കൊടുക്കുകയാണ്. അവരുടെ ആഗ്രഹം മോശ നിവർത്തിക്കുമ്പോൾ 12 ഗോത്രത്തിൽ നിന്നും ഓരോ ആളിനെ തിരഞ്ഞെടുക്കുന്നു. അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പിൽ യോഗ്യതകൾ, മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവരെല്ലാവരും പ്രഭുക്കന്മാരായിരുന്നു. ഓരോ ഗോത്രത്തിൻ്റെ പ്രഭുക്കന്മാരായിരുന്നു. ഇവർ ദ ലോർഡ്സ് ഓഫ് ദ ട്രൈബ്. 2, അവർ തലവന്മാരായിരുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരുന്നു. അവർ പ്രഭുക്കന്മാരായിരുന്നു. മോശ അവരെ തിരഞ്ഞെടുക്കുന്നു. യോഗ്യതകൾ നോക്കിയാൽ എല്ലാ യോഗ്യതയും ഫിറ്റഡായ ആളുകളെ
മോശ തിരഞ്ഞെടുക്കുന്നു. മോശ അവരോട് പറയും, നിങ്ങൾ കനാൻ നാട്ടിലേക്ക് പോകണം. നിങ്ങൾ കനാൻ നാട്ടിൽ പോകുന്ന വഴിയിൽ ഈ നാടിൻ്റെ കിടപ്പെങ്ങനെയുണ്ടെന്ന് നോക്കണം. പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടയോ നോക്കണം. അവിടെ താമസിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് നോക്കണം. നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, യുവാക്കളായ യങ് ഏജായ ചെറുപ്പക്കാരായ ആളുകളെ മോശ അവിടെ അയക്കുന്നു. കൃഷിക്കാരായവർ, കഴിവുള്ളവർ, യോഗ്യതയുള്ളവർ, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച 12 പേരെ മോശ അവിടേക്ക് അയക്കുന്നു. നമുക്കറിയാം, ഈ 12 പേരും ദൈവം പാലും തേനും ഒഴുകുന്ന ദേശമായി വാഗ്ദത്തമായി കൊടുത്ത ഈ നാട്ടിലേക്ക്, ഫലങ്ങൾ ഉള്ള, മുന്തിരിങ്ങ ഉള്ള, വളരെ ഫലഭൂഷണമായി ഈ നാട്ടിലേക്ക് ദൈവം മോശ മുഖാന്തരം അവരെ അയക്കുകയാണ്. ഈ 12 പേര് പോയി, യോഗ്യതയുള്ള 12 പേരും അവിടേക്ക് പോവുകയാണ്. എന്നാൽ നമുക്കറിയാം, ഈ 12 പേര് റിപ്പോർട്ടുമായി മടങ്ങി വരികയാണ്. ഈ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, പരീക്ഷണം നടത്തി, അന്വേഷണം നടത്തി, വളരെ സമൃദ്ധമായി റിപ്പോർട്ടുമായി ഇവർ മടങ്ങി വരികയാണ്. റിപ്പോർട്ടുമായി വന്ന് നമുക്കറിയാം, ജനത്തിന് മുമ്പാകെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ, യോഗ്യതയുള്ളവർ, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ യോഗ്യതയുമുള്ളവർ റിപ്പോർട്ടുമായി മടങ്ങി വന്നു. 10 പേർ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു, 2 പേർ വ്യത്യസ്തമായ റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ റിപ്പോർട്ടുകൾ എല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഈ 10 പേര് പറയുന്നുണ്ട്, ഫലഭൂയിഷ്ഠമായ നാടാണ്, ദൈവം നമുക്ക് പാലും തേനും ഒഴുകുമെന്ന് പറഞ്ഞ നാടാണ്. അവിടെ മുന്തിരിങ്ങയുണ്ട്, ഫലങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ അവിടെ താമസിക്കുന്ന ആളുകൾ അനാക്യ മല്ലന്മാർ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ തോന്നി. ജനത്തെ മുഴുവനും രാത്രിയിൽ കരയിച്ചവർ. ഈ രാത്രി ഓർക്കുക, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും കാഴ്ചപ്പാട് ചുരുങ്ങിയതുകൊണ്ട്, ദൈവിക ദർശനം ചുരുങ്ങിപ്പോയതുകൊണ്ട് ജനത്തെ കരയിപ്പിക്കുവാനിടയായി. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നമ്മെ വിളിച്ച ദൗത്യത്തിൽ യോഗ്യതയുള്ളവരെ അയക്കുമ്പോഴും അതിനപ്പുറമായി ദൈവിക കാഴ്ചപ്പാടുള്ളവരുണ്ടെങ്കിലേ സഭയെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ ഏൽപ്പിച്ച ഈ സഭ, പിതാക്കന്മാർ സത്യത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, പ്രമാണങ്ങൾക്ക് വേണ്ടി വില കൊടുത്തവർ, അടികൊണ്ടവർ, വീട് വിട്ടിറങ്ങിയവർ, സത്യത്തിനും വിശുദ്ധിക്കും വേണ്ടി നിലകൊണ്ടവരുടെ തലമുറകൾ മാനദണ്ഡം നോക്കി മാറുമ്പോൾ ദൈവം ഈ രാത്രി യോഗ്യതയ്ക്കുപരിയായി നോക്കുന്നത് ദർശനമുള്ളവർ മുന്നോട്ട് വരട്ടെ. നേതാക്കന്മാർ ദർശനമുള്ളവരായി മാറട്ടെ, കാഴ്ചപ്പാടുള്ളവരായി മാറട്ടെ, ദൈവിക ദർശനത്തിൽ കാര്യങ്ങളെ വീക്ഷിക്കുവാൻ, ദർശിക്കുവാൻ കഴിവുള്ളവരായി മാറട്ടെ. ഞാൻ മടങ്ങി വരട്ടെ. രാത്രിയിൽ മുഴുവനും ജനങ്ങൾ കരയുവാൻ തുടങ്ങി. ദർശനമുള്ള കാലേബ് ഇതാ മുന്നോട്ട് വരുന്നു. കാലേബ് ജനത്തെ അമർത്തി, ജനത്തോട് മിണ്ടാതിരിക്കുവാൻ പറയുന്നു. കാലേബിൻ്റെ വെർഷൻ നമുക്ക് ഈ രാത്രി നോക്കാം. കാലേബ് പറയുന്നു, ഇവർ പറഞ്ഞൊക്കെ ശരിയാണ്, വെട്ടിക്കളിയപ്പോൾ തോന്നുമെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മോടുകൂടി ഉള്ളതുകൊണ്ട് അവർ നമുക്ക് ഇരയായിത്തീരും. നാം പേടിക്കേണ്ട ആവശ്യമില്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ രാത്രിയിൽ, ഈ കഴിഞ്ഞ വർഷം കൊറോണയാൽ ഭാരപ്പെടുകയും സാമ്പത്തിക നഷ്ടം, കൂട്ടായ്മകളില്ലാതെ ആത്മീക ദാരിദ്ര്യങ്ങൾ പോലും സഭകൾ ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം നമ്മോടുകൂടി ഉണ്ടായിരുന്നതിനാൽ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുകയും ദൈവം നമ്മെ ശത്രുമുഖയിൽ ഏൽപ്പിക്കാതെ വണ്ണം ശക്തമായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ നടത്തുകയും ചെയ്യുകയാണ്. കാലേബും യോശുവയും ജനത്തോട്, നിങ്ങൾ പേടിക്കേണ്ട, യഹോവ നമ്മോട് കൂടിയുണ്ട്. സാധ്യതകൾ നോക്കിയപ്പോൾ, ലോജിക്ക് നോക്കിയപ്പോൾ, ബുദ്ധി നോക്കിയപ്പോൾ അനാക്യമല്ലന്മാരുടെ മുമ്പിൽ വെട്ടിക്കിളികളെ പോലെ ആയിരുന്ന ജനം ശരിയായ കാര്യങ്ങളാണോ പറയുന്നെങ്കിലും കാലേബും യോശുവയും പറയുന്നു, പേടിക്കേണ്ട, ദൈവം നമ്മോട് കൂടിയുണ്ട്. ഈ രാത്രിയിൽ സാധ്യതകളെ നോക്കി
യാഥാർത്ഥ്യങ്ങളിൽ നോക്കി ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, സാധ്യതകൾ അവിടെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ സത്യമാണെങ്കിലും നമ്മോടുകൂടെയുള്ള ദൈവം അവരെക്കാൾ അധികമായി പ്രവർത്തിക്കുവാൻ നമ്മോടുകൂടെയുണ്ട്. ഈ രാത്രിയിൽ സാഹചര്യത്തെ കണ്ട് ഭാരപ്പെടുന്ന ജീവിതത്തോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, പേടിക്കേണ്ട, കർത്താവ് നമ്മോടുകൂടെയുണ്ട്. നമ്മുടെ പ്രശ്നത്തേക്കാൾ വലിയൊരു ദൈവം നമ്മോടുകൂടെയുണ്ട്. നമ്മുടെ സാധ്യതകൾക്കപ്പുറമായി, നമ്മുടെ കണക്കൂട്ടുകൾക്കപ്പുറമായി നമ്മെ കരുതുന്നൊരു കർത്താവ്, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ദൈവം നമ്മോടുകൂടിയുണ്ട്. സ്തോത്രം. നമ്മൾ വെട്ടിക്കിളിയെ പോലെയാണെന്ന് പറഞ്ഞ ജനത്തെ കരയിച്ചപ്പോൾ ദർശനമുള്ള യോശുവയും കാലേബും ഇതാ മുന്നോട്ട് വരുന്നു. നമുക്കറിയാം, ഗോലിയാത്തും ദാവീദുമായുള്ള യുദ്ധം, ഇസ്രായേൽ മക്കളും ഫെലിസ്തീനുമായുള്ള യുദ്ധം. ജനം പേടിച്ച് താഴ്വരയിലായിരിക്കുമ്പോൾ രാജാവായിരുന്ന ശൗൽ പോലും ഈ ഗോലിയാത്തിനെ നേരിടുവാൻ ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഇടയനായ ദാവീദ് മുന്നോട്ട് വരുന്നു. ഗോലിയാത്തിൻ്റെ ഉയരം 9 ഫീറ്റ് 9 അടി ഉയരം. ശരീരം മുഴുവൻ താമ്ര ഉപകരണങ്ങളാൽ, ആയുധങ്ങളാൽ കവേടായ മനുഷ്യൻ. ഒരു രീതിയിലും തോൽപ്പിക്കുവാൻ സാധ്യതകൾ നോക്കുമ്പോൾ ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ കഴിയാതിരിക്കുന്ന എല്ലാ ആയുധങ്ങളുമുള്ളവനായി, ശക്തനായി, ഏറ്റവും ഉയരമുള്ളവനായി, ആരോഗ്യമുള്ളവനായി, സ്ത്രീമക്കൾക്ക് ഭീതിയായി ഭയമായി നിൽക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു ദാവീദിൻ്റെ കയ്യിൽ താമ്ര കവചമില്ല. ദാവീദ് ഗോലിയാത്തിനെ പോലെ ഉയരമുള്ളവനല്ല, ആരോഗ്യം പക്ഷേ അതുപോലെ കാണുകയില്ല. യാഥാർത്ഥ്യവും സാധ്യതകളും ഇല്ലാതിരുന്നപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ആത്മാശക്തിയാൽ ഇതാ ദാവീദ് മുന്നോട്ട് വരികയാണ്. കല്ല് തോട്ടിൽ നിന്നെടുത്ത മിനുസമുള്ള തെരഞ്ഞെടുത്ത 5 കല്ല്, ഒരു പൊക്കണം, ഒരു കമിണയുണ്ട്, ഒരു ബാഗുണ്ട്. ഇതുമായി ദാവീദ് മുന്നോട്ട് വരുമ്പോൾ ദാവീദിൻ്റെ ലോജിക്ക് ബുദ്ധിയിൽ പറയും, ഈ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല, ഈ കമണ കൊണ്ട് ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദാവീദിൻ്റെ ധൈര്യം ഇതായിരുന്നു, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ സിംഹം എനിക്കെതിരെ വന്നപ്പോൾ അതിനെ കീറുമാറാക്കിയ ദൈവം, കരടി എനിക്കെതിരെ വന്നപ്പോൾ അതിനെ കീറുമാറാക്കിയ ദൈവം ഈ ഗോലിയാത്തിനെയും എൻ്റെ കയ്യിൽ തരുമെന്ന് പറഞ്ഞു. ഈ രാത്രി ഓർക്കുക, സാധ്യതകൾ അവിടെ ഇരിക്കട്ടെ, യാഥാർത്ഥ്യങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഡോക്ടേഴ്സ് റിപ്പോർട്ട് അവിടെ ഇരിക്കട്ടെ, ബാങ്കിൻ്റെ പേപ്പർ അവിടെ ഇരിക്കട്ടെ, ആത്മീയമായ തകർച്ചകളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ രാത്രി ദൈവം നമ്മോട് ദൂത് പറയുന്നു, സാധ്യതകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്നൊരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ഈ രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട്, എൻ്റെ പ്രശ്നത്തേക്കാൾ വലിയൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. മൈ ഗാഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈ പ്രോബ്ലം, മൈ ഗാഡ് ഈസ് ദി ആൻസർ ടു മൈ പ്രോബ്ലം. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. നോക്കുക, യോഗ്യരായ 12 പേരും ദർശനമുള്ള 2 പേർ. നാം വായിക്കുന്നുണ്ട്, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ കാഴ്ചപ്പാടുള്ള കാലേബും കാഴ്ചപ്പാടുള്ള യോശുവയും മാത്രമേ കനാനിൽ പ്രവേശിച്ചുള്ളൂ. 12 പേരുടെ യോഗ്യത ശരിയായിരിക്കുമ്പോഴും കാഴ്ചപ്പാടുകൾ നിത്യതയെ, അവരുടെ ഡെസ്റ്റിനേഷനെ, അവർ ലക്ഷ്യസ്ഥാനത്തിലെത്തുവാൻ കാഴ്ചപ്പാട് പര്യാപ്തമായി. ഈ രാത്രിയിൽ പ്രിയ ദൈവജനമേ, IPCയുള്ള ദൈവ മക്കളെ, ദൈവദാസന്മാരെ, നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? ഒരുപക്ഷെ എല്ലാ യോഗ്യതകളും നമുക്കുള്ളപ്പോഴും ദൈവമാണോ നമ്മുടെ ദർശനം? നമ്മുടെ ദർശനം നിത്യതയാണോ? കനാൻ നാടായിരുന്നു ഡെസ്റ്റിനേഷൻ എങ്കിൽ ഈ രാത്രി നമ്മുടെ ദർശനം നിത്യതയാകട്ടെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ നിത്യതയാകട്ടെ. ഈ രാത്രി വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നിത്യത നഷ്ടപ്പെടാതെ വണ്ണം, സ്വർഗം നഷ്ടപ്പെടാതെ വണ്ണം കാഴ്ചപ്പാടുള്ളവരായി മാറട്ടെ. ധനമോ മാനമോ സ്ഥാനമോ നിത്യത നമ്മെ എത്തിക്കുകയില്ല. സ്വർഗീയമായ കാഴ്ചപ്പാടുള്ളവരായി നമുക്ക് മാറാം. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ലോഡ് സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഇൻ ടു മൈ ഐസ്. ദൈവമേ, നിത്യത എൻ്റെ കണ്ണുകളിൽ മുദ്ര കുത്തുമാറാകണമേ, സ്റ്റാമ്പ് ചെയ്യുമാറാകണമേ. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ നിത്യത കാണട്ടെ, ഞാൻ കണ്ണടയ്ക്കുമ്പോൾ നിത്യത കാണട്ടെ. ആ നിത്യതയിലെത്തുന്നവരെ നിത്യത ദർശനം എനിക്ക് തരണമേ ദൈവമേ. ഈ രാത്രി നമ്മുടെ ദർശനം എന്താണ്?
ഈ രാത്രി നമ്മുടെ കർത്താവ് വന്നാൽ പോകുവാൻ നാം തയ്യാറുള്ളവരാണോ? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണോ? ഈ രാത്രി ദൈവം നമ്മെ വിളിച്ചാൽ, അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വന്നാൽ നിത്യത നഷ്ടപ്പെട്ടു പോകുമോ? നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് പോരാടാം. ഈ 12 പേരിൽ 2 പേര് മാത്രമേ കനാൻ നാട്ടിൽ പ്രോമിസ് ലാൻഡ് എത്തുവാൻ കഴിഞ്ഞുള്ളൂ. കാരണം അവരുടെ ദർശനം പോസിറ്റീവായിരുന്നു, ദൈവികമായിരുന്നു. നിത്യതയെക്കുറിച്ച് ലക്ഷ്യബോധമുള്ളവരായി പോകുവാൻ ദൈവം ഈ രാത്രി നമുക്ക് ഇടയാക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഭാഗം നമുക്കറിയാം, യേശു ക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ട കന്യകമാർക്ക് സദൃശം. നമുക്കറിയാം, ആ ഭാഗങ്ങൾ 10 കന്യകമാരായിരുന്നു. ഈ 10 പേരും കന്യകമാരായിരുന്നു. 10 പേരും ഒരേ ദൗത്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരായിരുന്നു. 10 പേരും മണവാളിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു. 10 പേരുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു, വിളക്കുണ്ടായിരുന്നു, ആവശ്യത്തിന് എണ്ണയുണ്ടായിരുന്നു. 10 പേരും യാത്ര പുറപ്പെട്ടു. 10 പേര് ഉറങ്ങി, 10 പേര് മയങ്ങി, 10 പേര് വാർപ്പ് വിളി കേട്ടു, 10 പേരും വിളക്ക് കത്തിച്ചു, 10 പേരും മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. 10 പേരും ഒരേ യോഗ്യതയുള്ളവർ, ഒരേ മണവാളിന് വേണ്ടി കാത്തിരുന്ന 10 പേർ. എവിടെയാണ് വ്യത്യാസം? യോഗ്യതയുണ്ടെങ്കിലും മണവാളൻ വന്നു, ആർപ്പുവിളി കേട്ട് മണവാളൻ വന്നു, വിളക്ക് കത്തിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വിളക്ക് കെട്ടുപോകുവാൻ തുടങ്ങി. 5 പേരുടെ കയ്യിൽ എക്സ്ട്രാ ഓയിൽ ഉണ്ടായിരുന്നു, ഒരുക്കമുണ്ടായിരുന്നു. ഈ ഒരുക്കം വിശുദ്ധിയെ കാണിക്കുന്നു. ഓരോ ദൈവത്തിലും കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇടയാകണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, കൃപാവരങ്ങളുമൊക്കെ ലഭിച്ച് യോഗ്യതയൊക്കെ ലഭിച്ചെങ്കിലും സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ, നിത്യതയിൽ ചെല്ലണമെങ്കിൽ യോഗ്യത മാത്രം പോര, ഒരുക്കമുള്ളവരായി വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് ദൂത് തരികയാണ്. 5 പേർ മണവാളിനോടുകൂടെ മണിയറി പ്രവേശിച്ചു. നാം ഇങ്ങനെ വായിക്കുന്നു, മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ മണവാളിനോടുകൂടെ മണിയറി പ്രവേശിച്ചു, വാതിൽ അടച്ചു. 10 പേരുടെ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ 10 പേരെയും സ്വീകരിച്ചില്ല. ഒരുക്കമുള്ളവരായി, എക്സ്ട്രാ എണ്ണയുള്ളവരായി, വിശുദ്ധരായി, റെഡിയായി, ഏത് ടൈമിലും മണവാളൻ വന്നാൽ പോകുവാൻ യോഗ്യതയുള്ളവരായിരുന്ന പോലെ ഈ രാത്രിയിൽ യോഗ്യത മാത്രം പോരാ, വിശുദ്ധ ജീവിതം നമുക്കുണ്ടോ? മണവാളനെ എതിരേൽക്കുവാൻ, പേർ വിളിക്കും നേരെ നമ്മുടെ പേരൂടെ കാണുവാൻ, എൻ്റെ വിശുദ്ധന്മാരെ കയറി വരുവി എന്ന് പറയുമ്പോൾ 50-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ, യാഗം എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ഈ രാത്രി നിത്യതയെക്കുറിച്ച് നമുക്ക് ദർശനമുണ്ടോ? കാഴ്ചപ്പാട് നമുക്കുണ്ടോ? ഒരുക്കം നമുക്കുണ്ടോ? പൗലോസ്ലീഹ ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകാതിരിക്കുവാൻ. ഈ രാത്രിയിൽ അനേക വർഷം ഓടിയവർ, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവർ, ദർശനം മങ്ങിപ്പോയി, കാഴ്ചപ്പാട് മാറിപ്പോയി, ഒരുക്കം മാറിപ്പോയി. ലോകം, ജഡം, പിശാചിനുമാൽ ലോകത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ലോകത്തോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നുവെങ്കിൽ ഈ രാത്രി മടങ്ങിയിരുവാൻ ദൈവം നമ്മോട് ദൂത് പറയുന്നു. യോഗ്യതകൾക്കപ്പുറമായി ഒരുക്കം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുക്കത്തിൻ്റെ ഒരു അവസരം ദൈവം നമുക്കായി തന്നിട്ടുണ്ടോ? 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ ഓർപ്പിക്കുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ്റെ കീഴിൽ ആയിരുന്നു. അവരെല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു. എല്ലാവരും മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറ ക്രിസ്തു ആയിരുന്നു. അടുത്ത വാക്യം, എങ്കിലും മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ എല്ലാ ജനങ്ങളും, പുറപ്പെട്ട ജനങ്ങളെല്ലാവരും ആ മാസം 16-ാം തീയതി രാത്രി 1 വയസ്സ് പ്രായമില്ല, ഊനമില്ലാത്ത ആൺകുഞ്ഞാടിനെ അറുത്ത് ആ രക്തം
കട്ടളക്കാൽമേലും കുറുമിടി മേലും തളിച്ച് സംഹാരദൂതൻ കടന്നുപോയപ്പോൾ ആ രക്തത്തിൻ്റെ മറവിൽ രക്ഷ പ്രാപിച്ച ജനം, ചെങ്കടൽ കടന്ന ജനം, എല്ലാവരും അതുവരെ എല്ലാവരും യോഗ്യതയുള്ളവരാണ്. എല്ലാവർക്കും ഒരേ ക്വാളിഫിക്കേഷൻ ആയിരുന്നു. വീണ്ടെടുപ്പ് പ്രാപിച്ച് സ്നാനത്തിൽ കൂടെ സമുദ്രത്തിൽ കൂടെ അക്കരെ കടന്ന് മോശയോട് ചേർന്ന ജനം യോഗ്യതയുള്ളവർ. പക്ഷേ ദൈവം പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കെങ്കിലും, യോഗ്യത ഉണ്ടായിരുന്നെങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ശ്രീമക്കളുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവരിൽ ഡൗട്ടുണ്ടായി, അവിശ്വാസം, സംശയമുണ്ടായി. ആ ഡൗട്ട് അൺബിലീഫിലേക്ക്, അവിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുകളഞ്ഞു. മിസ്രയീമിൽ പുറപ്പെട്ടെങ്കിലും ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞതുകൊണ്ട്, ദൈവത്തെ സംശയിച്ചതുകൊണ്ട്, ദൈവം അവർക്ക് വാഗ്ദത്തമായി കൊടുത്ത നാടിനെ, അവർക്ക് കൈവശമാക്കാൻ കൊടുത്ത നാടിനെ അത് നേടുന്നതിന് പകരം ദൈവത്തെ അവിശ്വസിച്ച ജനം എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ രാത്രി ഈ കൺവെൻഷൻ കൂടി വന്ന എല്ലാ ദൈവമക്കളോടും ഈ രാത്രി ദൈവസ്നേഹത്തിൽ, ദൈവാവതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോടും നിങ്ങളോടും ഓർപ്പിക്കട്ടെ. യോഗ്യതകളൊക്കെ നമുക്ക് കാണും. ഞാൻ ഓർപ്പിച്ച പോലെ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ജീവിതത്തിൽ ദർശനമുണ്ടോ? നിത്യതയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടോ? ക്രിസ്ത്യാനി ഓടുമ്പോൾ പറഞ്ഞ ജീവനെ, നിത്യജീവനെ. ക്രിസ്ത്യാനിയുടെ പഴയ സ്നേഹിതന്മാർ, ചീട്ടുകളിക്കാർ, മദ്യപാന്മാർ ഈ പട്ടണത്തിലൂടെ ഓടിപ്പോകുമ്പോൾ, നാശനഗരത്തിലൂടെ ഓടുമ്പോൾ, ക്രിസ്ത്യാനിയെ വിളിക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം ജീവനെ, നിത്യ ജീവനെ. ലക്ഷ്യം തെറ്റാതെ വണ്ണം, ലക്ഷ്യത്തിൽ നിന്ന് കണ്ണുമാറ്റാതെ വണ്ണം, ആ ഫോക്കസ് ലക്ഷ്യത്തിലായി നിത്യതയ്ക്ക് വേണ്ടി ഓടിയ പോലെ ഈ രാത്രി ദൈവാവചനം കേൾക്കുന്നവർ നിത്യത നഷ്ടമാകാതിരിക്കട്ടെ. ഒരുക്കമുള്ളവരാണോ ഈ രാത്രി? മണവാളൻ വരുമ്പോൾ പിന്നെ എണ്ണ വാങ്ങുവാൻ പോകാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുള്ള ദൈവ മക്കളെ, നിത്യത നഷ്ടപ്പെടരുതേ. നിത്യയുടെ ദർശനമുണ്ടാകട്ടെ, ഒരുക്കം നമുക്കുണ്ടാകട്ടെ. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ രാത്രി ദൈവം നമ്മെ നോക്കുമ്പോൾ ദൈവത്തിന് പ്രസാദം നമുക്ക് ലഭിക്കുമോ? യോഗ്യതകൾക്കപ്പുറമായി ദൈവം പ്രസാദിക്കുന്ന ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിയുന്നു. ഇല്ലെങ്കിൽ ഈ രാത്രി നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. പരിശുദ്ധാത്മാവ് യേശയ്യാവിൽ കൂടെ യേശു ക്രിസ്തുവിനെ നോക്കി പറയും, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ള പ്രസാദിക്കുന്ന എൻ്റെ വൃദ്ധൻ, എൻ്റെ അംഗീകാരം ലഭിച്ച എൻ്റെ വൃദ്ധൻ. ക്രൂശിൽ കിടക്കുമ്പോഴും ഫിലിപ്പിയ ലേഖനത്തെ പൗലോസ് എങ്ങനെ ഓർപ്പിക്കുന്നു? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യ വേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവസാനത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ച ഏകാപുത്രൻ. ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ഗെത്സമനാത്തോട്ടത്തിൽ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ പോയി യേശു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-39 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. കൂടെ പോയ ശിഷ്യന്മാർ ഉറങ്ങുമ്പോഴും, കൂടെ പോയ ശിഷ്യന്മാർ ശാരീരിക ക്ഷീണമോടെ ഉറങ്ങുമ്പോഴും പ്രാണവേദനയിലായി വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളി പോലെ താഴെ കൊഴുകുമ്പോൾ, പിതാവേ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ പിതാവിൻ്റെ അംഗീകാരം ലഭിച്ച പുത്രൻ ഗെത്സമനാത്തോട്ടത്തിൽ കിടന്ന് കരയുമ്പോൾ, ശക്തി നഷ്ടപ്പെട്ടപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു 39 വാക്യം, ഉടനെ സ്വർഗത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി അവനെ ശക്തീകരിച്ചു. ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നവനെ കണ്ണീരിന് താഴെ കഷ്ടത്തിൻ്റെ അവസ്ഥയിൽ ദൈവം കൈവിടുകയില്ല. ലോകക്കാർ യോഗ്യത നോക്കി മാറ്റി നിർത്തുമ്പോൾ അംഗീകാരം ലഭിച്ചവനെ ദൈവം മാറ്റി നിർത്തുകയില്ല. ദൈവം കൈവിടുക. ഈ രാത്രി നമുക്ക് മടങ്ങി വരാൻ ദൈവത്തെ കർത്താവേ അങ്ങയുടെ അംഗീകാരമുള്ളവനായി ലോകത്തെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന അധികമായി സഭാ നേതാക്കന്മാരെ, പാസ്റ്റേഴ്സിനെ, ലീഡേഴ്സിനെ,
പ്ലീസ് ചെയ്യുന്നധികമായി ഒരു മാൻ പ്ലീസറാകാതെ ഒരു ഗാഡ് പ്ലീസറായി മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ ആകാതെ അത് നല്ലതാണ്, അതിനുപരിയായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി തീരുവാൻ നമുക്ക് ഇടയാകട്ടെ. കാനഡയിലെ ഒരു ഒളിമ്പിക്സ് താരമായിരുന്ന ബെൻ ജോൺസൺ 1987 മുതൽ ഒളിമ്പിക്സിൽ 100 മീറ്റർ ലോക റെക്കോർഡ് 9.9 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടിയെടുത്ത ബെൻ ജോൺസൺ ലോകത്തെ എല്ലാ റെക്കോർഡും തകർത്ത് യോഗ്യതയുള്ളവനായി മാറിയപ്പോൾ ചില വർഷങ്ങൾ 2004 മനസ്സിലായി ബെൻ ജോൺസൺ ശരീരത്തിൽ സ്റ്റീറോയിഡ് കുത്തിവെച്ച് ആ എനർജി കൊണ്ടായിരുന്നു ബെൻ ജോൺസൺ ഓടി റെക്കോർഡ് തകർത്തത്. ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി കൂടി ബെൻ ജോൺസനെ ചോദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റീറോയിഡിൻ്റെ അംശം ബ്ലഡിൽ കണ്ടു. ആ യോഗ്യത അയോഗ്യതയായി മാറി. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ യോഗ്യതയുണ്ടെങ്കിലും മനുഷ്യൻ്റെ അംഗീകാരം വാങ്ങുമെങ്കിലും ലോകത്തിലെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയേക്കാൾ വലിയവനായൊരു ദൈവം സകല മനുഷ്യൻ്റെ ഹൃദയങ്ങളെയും ചിന്തകളെയും അറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ ഈ രാത്രി നമ്മെ നോക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി പറയുമ്പോൾ സാം ജോർജ്, ഇതാ എൻ്റെ പ്രിയ മകൻ, ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ നെഗറ്റീവായി മുദ്ര കുത്തുമ്പോഴും നെഗറ്റീവായ അംഗീകാരം തരുമ്പോഴും ഈ രാത്രിയിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കി പറയുമോ, ഇതാ എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയ മകൻ. അന്യഭാഷ കൂടുതൽ പറയുന്നവരെ ആത്മീയനായി കാണുന്നവരുണ്ട്. സഭായോഗത്തിൽ ഉറച്ച സ്തോത്രം പറയുന്നവൻ ഏറ്റവും വലിയ ആത്മീയനാണെന്ന് പറയുന്നവനുണ്ട്. ക്ലീൻ ഷേവും വെള്ളയുടുപ്പും ചുമന്ന ടൈമൊക്കെ ഇടുമ്പോൾ കറുത്ത ബാനുമൊക്കെ ഇടുമ്പോൾ ഏറ്റവും വിശുദ്ധനെന്ന് അംഗീകാരം കൊടുക്കുന്ന ലോകത്തിൽ ദൈവം നമ്മെ നോക്കി ഈ രാത്രി എന്ന് പറയും. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും അറിയുന്ന ദൈവത്തിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നായിരിക്കും ദൈവം നമ്മെ നോക്കി. ഈ രാത്രിയിൽ ദൈവം നമ്മെ അംഗീകരിക്കുമോ? ദൈവം നമ്മുടെ ഈ പന്തലിൽ കൂടെ നമ്മുടെ ഭവനത്തിൽ കൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കയ്യിൽ അപ്രൂവ്ഡ് അംഗീകാരമെന്നും ഒരു കയ്യിൽ തിരസ്കരണമെന്നും അംഗീകാരം ഇല്ല എന്നുമുള്ള രണ്ട് മുദ്രയുമായി ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഏത് മുദ്ര നമ്മുടെ തലയിൽ ദൈവം കുത്തും? ഇതാ എൻ്റെ മകൻ സാം ജോർജ്, ഇവനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, എൻ്റെ അംഗീകാരം ലഭിച്ച എൻ്റെ പ്രിയപുത്രൻ. രാത്രി നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ലോകം ജഡം പിശാച് കയറി ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം വിടർത്തിക്കളഞ്ഞ് നിത്യയുടെ ലക്ഷ്യബോധമില്ലാതെ വിശുദ്ധിയില്ലാതെ ഒരുക്കമില്ലാതെ അവിശ്വാസത്തോട് ജീവിക്കുന്നെങ്കിൽ ദൈവസഭയെ നമുക്ക് മടങ്ങി വരാം. ദൈവസഭ മടങ്ങി വരട്ടെ, IPC സഭ മടങ്ങി വരട്ടെ. മണവാളൻ വരുമ്പോൾ ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ പ്രവേശിച്ചു, വാതിൽ അടച്ചു. നമുക്കറിയാം, കന്യമാർ വന്ന് പറയുന്നു, ഞങ്ങൾക്കും കൂടെ തുറക്കണമേ. യജമാനപ്പോൾ യാതൊരു കരുണയുമുണ്ടായില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആ വിളി കേൾക്കുവാൻ നമുക്കാർക്കും ഇടയാകാതോണം. മണവാളൻ വരുമ്പോൾ മണവാളിനോടൊപ്പം വാഴുവാൻ, യുഗായുഗം വാഴുവാൻ, കാൽവരി ക്രൂശ് നമ്മെ സ്നേഹിച്ച് അംഗീകാരം വാങ്ങിയ പുത്രൻ്റെ അംഗീകാരം ലഭിപ്പാൻ, ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പുത്രിയ സംഘടനകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമല്ല ക്വാളിറ്റിയിൽ ദൈവത്തിൻ്റെ അംഗീകാരം വാങ്ങിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് ഇടയാക്കട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തുന്ന ദൈവം കരം പിടിച്ച് നമ്മെ വഴി നടത്തി അക്കരയിൽ നിത്യതയിൽ കാഴ്ചപ്പാടുള്ളവരെ ഒരുക്കമുള്ളവരായി ദൈവത്തെ വിശ്വസിക്കുന്നവരായി തീർന്ന് മുന്നോട്ട് പോയി അക്കരെ എത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള അനുഗ്രഹ വാക്കുകളോടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു സന്ദേശം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ കേൾപ്പിച്ചതിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് വരാറായി.
കാഹളം കാതുകളിൽ മുഴങ്ങാറായി. അവന്റെ വരവിന് വേണ്ടി പ്രത്യാശ പുതുക്കി കർത്താവിന്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കി വിശുദ്ധിയെ തികച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുറന്ന ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റ് പ്രോസ്പെരിറ്റി മെമ്പറും കൗൺസിൽ അംഗവുമായ പാസ്റ്റർ സാം വർഗീസ് അവറുകൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും IPC കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ CC എബ്രഹാം ആശീർവാദം പറഞ്ഞ് ഇന്ന് രാത്രിത്തെ യോഗം അവസാനിക്കുന്നതാണ്. നമ്മുടെ തലകളെ ഉണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ രണ്ടാമത്തെ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയായി നമ്മോട് സംസാരിപ്പാനിടയായി. നാം കേട്ട വചനപ്രകാരം വർദ്ധിത വീര്യത്തോടെ, സമർപ്പണത്തോടെ, ആത്മനിറവോടെ ദൈവരാജ്യത്തിൻ്റെ പ്രചാരകരായി ശക്തിയേറിയ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവം നൽകിയിരിക്കുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ദൈവനാമഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, നമ്മുടെ ഭൗതിക നന്മകൾ, നമ്മുടെ കൃപാവരങ്ങളെല്ലാം ദൈവനാമത്തിനും മഹത്വത്തിനും വിശാലതയ്ക്കുമായി തീരുവാൻ ഒരിക്കൽ കൂടെ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മാധുര്യ നാമത്തിൽ ഈ രണ്ടാമത്തെ രാത്രിയിലും IPC കേരള സ്റ്റേറ്റ് കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ രണ്ടാമത്തെ രാത്രിയിൽ അവിടുത്തെ അനുഗ്രഹീത ദാസന്മാരിലൂടെ അങ്ങയോട് ഹൃദ്യമായി ശക്തമായി ഇടപെട്ടതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് പ്രചോദനം തരുന്ന, ഞങ്ങളെ ആത്മാവിൽ ഉത്തേജിപ്പിക്കുന്ന, പ്രവർത്തനത്തിൽ സജ്ജരാക്കുന്ന, സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയും അനേകരെ ഒരുക്കുകയും ചെയ്യേണ്ട ആവശ്യകതയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ശക്തിയേറിയ സന്ദേശങ്ങൾ കൈമാറുവാൻ നിന്റെ അഭിഷക്ത ദാസന്മാരെ ആത്മാവിൽ നിറച്ചതുകൊണ്ട് സ്തോത്രം. ഏറിയ ശക്തിയോടെ, ബലത്തോടെ, ദൈവകൃപയോടെ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിച്ചതിനാൽ സ്തോത്രം. കേട്ട വചനപ്രകാരം ഞങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുവാൻ, നിന്റെ വേലയിൽ ശക്തിയോടെ മുന്നേറുന്നവരാകുവാൻ, അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ച സകലത്തിലും അങ്ങയോട് വിശ്വസ്ത പുലർത്തുന്നവരായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവെ, IPC കേരള സ്റ്റേറ്റിനായി സ്തോത്രം. ചുമതല വഹിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ യോഗം ലീഡ് ചെയ്ത അങ്ങയുടെ ദാസനായി സ്തോത്രം. വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി നിലവയം ശ്രദ്ധിച്ച ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളിവിടെ കേട്ടതുപോലെ സുവിശേഷമെത്താത്ത അനേക ഇടങ്ങളിൽ സമർപ്പിതരായ അനേക ദൈവവേലക്കാർ കടന്നു ചെല്ലുവാൻ, പ്രവർത്തിക്കുവാൻ, ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ, ദൈവസഭകൾ സ്ഥാപിതമാകുവാൻ കർത്താവിടയാക്കണമേ. ഈ രാത്രി അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക്. സകലവും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ താഴ്മയും വിനയമായി അപേക്ഷിക്കുന്നു. പിതാവേ, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രി നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും വന്ദനം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.